he said that I don't have any talents. ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് നോക്കുമ്പോൾ ഇതൊക്കെ എന്തിനാ കാണിച്ചു കൊടുക്കുന്നത് ചോദിക്കും. നമുക്ക് മിക്കവർക്കും ടോക്സിക് റിലേറ്റീവ്സ് ഒക്കെ ഉണ്ട്. സോ ഇവരെ വിസിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ലിറ്ററലി അവരുടെ എക്സിസ്റ്റൻസ് മറക്കും. ഞാൻ അവരുടെ അടുത്ത് സംസാരിച്ചിട്ട് നിങ്ങൾക്ക് ഒരു നല്ല സ്പേസ് കണ്ടുപിടിക്കാം. അവിടെ നിന്നായിരിക്കും നിങ്ങളുടെ ഫുൾ ഗോൾഡൻ റിട്രീവർ എനർജി ഉള്ളൂ. അപ്പോൾ ഞാൻ എന്റെ മോട്ടിവേഷൻ ചേച്ചി കൊടുക്കണം. ചേച്ചി അങ്ങനെയൊന്നുമല്ല, ഇത് വെച്ചെടുത്തു കമ്പി തട്ടി സ്ഥലത്ത് കാശ് കൊടുത്ത് പഠിക്കാൻ വേണ്ടി പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇയാൾ മര്യാദയ്ക്ക് പഠിക്കാൻ നമ്മള് വളരാനാവാത്ത മണ്ണില് വിത്ത് വിതച്ച എങ്ങനെ ഇരിക്കും? നമുക്ക് വേണ്ടി നമ്മൾ ഗ്ലോ ആവാനും നമ്മൾ ഇംപ്രൂവ് ആവാനും നമ്മളെ കൊണ്ട് കഴിയാവുന്നത് മിക്ക നമ്മൾ ട്രൈ ചെയ്യുന്നുണ്ട്. ബട്ട് സംടൈംസ് വി ഡു ഫെയിൽ. എല്ലാവർക്കും നമ്മളെ ബ്ലെയിം ചെയ്യാനും നമുക്കതിൽ നമ്മളെ തന്നെ ബ്ലെയിം ചെയ്യാനേ പറ്റുള്ളൂ. ഞാനും അങ്ങനെ കുറെ ബ്ലെയിം ചെയ്തിട്ടുണ്ട്. ബട്ട് നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ ഒരു മൊമെന്റ് എടുത്തിട്ട്, ഇസ് ഇറ്റ് മീ ദ റിയൽ പ്രോബ്ലം ഓർ ഇസ് ഇറ്റ് ദ സ്പേസ് അറൌണ്ട് മീ ദാറ്റ് ക്രിയേറ്റ്സ് മോർ പ്രോബ്ലം ഫോർ മീ? ഹലോ, വെൽക്കം ടു ഗൂഗിൾ. ഇന്നത്തെ വീഡിയോയുടെ ടോപ്പിക് എന്ന് പറയുന്നത് ഈ ബുക്ക് ഇൻസ്പയർഡ് ആണ്. ദിസ് ഇസ് 101 essays that will change the way you think by Brianna Wiest. ഈ ബുക്കിൽ ഒരു ചെറിയൊരു പോർഷൻ ഉണ്ട്, ഹൗ എൻവയോൺമെന്റ് എഫക്ട്സ് യു എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ആ എൻവയോൺമെന്റ് എങ്ങനെ നിങ്ങൾ ഷേപ്പ് ചെയ്യും, ചിലപ്പോൾ എങ്ങനെ നിങ്ങൾ ബ്രേക്ക് ചെയ്യും, ആൻഡ് ഹൗ ഇറ്റ് എംപവേഴ്സ് യു എന്നൊക്കെ പറയാനുള്ള ഒരു ചെറിയ വീഡിയോ ആണിത്. ഒരു ടോക്സിക് സ്പേസിൽ നമ്മൾ എപ്പോഴും കോൺസ്റ്റന്റിൽ നിൽക്കുമ്പോൾ നിങ്ങളുടെ ടാലൻസിനെ അത് സൈലൻസ് ചെയ്യും, നിങ്ങളുടെ കോൺഫിഡൻസ് തന്നെ ഷ്രിങ്ക് ചെയ്യും. Also, it will make you believe that you are not enough. Also, you will feel like you are worthless. ഇത് ഞാൻ ഇത്ര കോൺഫിഡന്റ് ആയിട്ട് പറയുന്നത് വെച്ചാൽ ഇതൊക്കെ എന്റെ ലൈഫിൽ സംഭവിച്ച കാര്യങ്ങളാണ്. സോ ഇതൊക്കെ എങ്ങനെ ഓവർകം ചെയ്തു എന്റെ ലൈഫ് എക്സാമ്പിൾസ് വെച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് പറയാൻ പോകുന്നതാണ്. നിങ്ങൾ എപ്പോഴെങ്കിലും വിചാരിച്ചിട്ടുണ്ടോ നിങ്ങൾ സേഫ് ആൻഡ് സപ്പോർട്ടീവ് എൻവയോൺമെന്റിൽ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾ എത്രത്തോളം ഇതിന് ഗ്രോത്ത് നിങ്ങൾക്ക് ഉണ്ടാവും? നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? So let's talk about choosing the right space to grow mentally, physically and emotionally to change your life. ഒരു ചെറിയ സ്റ്റോറി ടൈം ആണ്. ഇതെന്റെ പേഴ്സണൽ സ്റ്റോറിയാണ്. എങ്ങനെയാണ് ഒരു ഫിയർ ആൻഡ് ടോക്സിക് എൻവയോൺമെന്റിൽ ഞാൻ ഫെയിലിയർ ഉണ്ടായിട്ടും ഹൗ ഐ ഓവർകം ദാറ്റ് ആൻഡ് ഞാൻ എങ്ങനെയാണ് ഇത് ടേൺ അറൌണ്ട് ചെയ്തത് എന്നുള്ളൊരു ചെറിയ സ്റ്റോറിയാണിത്. ഈ സെൽഫ് ഗ്രോത്ത് എന്ന് പറയുന്നത് അത് നമ്മുടെ സെൽഫ് ഡിസിപ്ലിൻ കൊണ്ട് മാത്രമല്ല ഉണ്ടാവുക. അതൊരു സേഫ് ആൻഡ് സപ്പോർട്ടീവ് എൻവയോൺമെന്റ് ഉണ്ടെങ്കിൽ മാത്രം കിട്ടണ ഒരു ബ്യൂട്ടിഫുൾ ഗ്രോത്ത് ആണ് സെൽഫ് ഗ്രോത്ത് എന്ന് പറയുന്നത്. ഇപ്പോ ഫോർ എക്സാമ്പിൾ നമുക്കൊരു വെയിറ്റ് ലോസ് ജേർണി ആയിട്ട് എടുക്കാം. ലൈക്ക് വെയിറ്റ് ലോസ് ജേർണിയിൽ എങ്ങനെയാണ്, നിങ്ങൾ മൂവ്മെന്റ്സ് മാത്രം ചെയ്താൽ നിങ്ങൾക്ക് വെയിറ്റ് ലോസ് പെട്ടെന്ന് ഉണ്ടാവും? ഇല്ല, നിങ്ങൾ ഡയറ്റ് കോൺഷ്യസ് കൂടി ചെയ്താലാണ് അതിലും നമുക്ക് വെയിറ്റ് ലോസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതുപോലെയാണ് ഇതൊരു കോമ്പിനേഷൻ പോലെയാണ്. നമുക്കൊരു സേഫ് ആൻഡ് സപ്പോർട്ടീവ് എൻവയോൺമെന്റ് ഉണ്ടാവണം, അതിന്റെ കൂടെ തന്നെ നമ്മൾ സെൽഫ് ഡിസിപ്ലിനും ആയിരിക്കണം. ഫോർ എക്സാമ്പിൾ എന്റെ ലൈഫിൽ ഒരു ചെറിയ സ്റ്റോറിയാണ് കേട്ടോ. അപ്പൊ എനിക്ക് ഡ്രൈവിംഗ് പഠിക്കണം. അപ്പൊ എന്നെ ഡ്രൈവിംഗ് സ്കൂളിൽ കൊണ്ട് ചേർത്തി. ഞാനാണെങ്കിൽ കാർ ഓടിക്കാനായിട്ട് ഭയങ്കര ഇൻട്രസ്റ്റ് കേട്ടോ. പിന്നെ എന്റെ ഫിയാൻസിക്ക് അത് ഞാൻ കാർ ഓടിക്കുന്നത് കാണാൻ ഭയങ്കര ഇൻട്രസ്റ്റ്. അപ്പൊ എനിക്കാണെങ്കിൽ കാർ ഓടിക്കാൻ ഫുൾ സപ്പോർട്ട് സീൻ, എല്ലാ വീട്ടിൽ നിന്നൊക്കെ ഭയങ്കര സപ്പോർട്ടും കാര്യങ്ങളൊക്കെ, വീട്ടിലും കാറുണ്ട്. അപ്പൊ എനിക്ക് ഇത് കാർ പഠിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പോവാണ്. ഫുൾ ഗോൾഡൻ റിട്രീവർ എനർജി എന്നൊക്കെ പറയും, ഫുൾ മോട്ടിവേറ്റഡ്, ഫുൾ ഓൺ പവർ, ആ രീതിക്ക്. ഫസ്റ്റ് ഡേ ആണ് ഇവിടെ. ഫസ്റ്റ് ഡേ തന്നെ നമ്മുടെ കുറെ പിള്ളേരുണ്ടായിരുന്നു. കുറച്ച് പിള്ളേര്, ഒരു 5 പിള്ളേര് ഞങ്ങൾ ഒരുമിച്ച് കാറിൽ കയറി. അപ്പൊ എന്റെ അടുത്തൊരു ചേച്ചിയാണ് ഇരിക്കണ്ടായത്. ബട്ട് ഈ ചേച്ചി എന്ന് പറയുന്നത് ഒരു നെഗറ്റീവിന്റെ ഒരു മെയിൻ പ്രസ്ഥാനമായിരുന്നു എനിക്ക്. ഫോർ എക്സാമ്പിൾ ഈ ചേച്ചി കാറിൽ കയറിയപ്പോ തന്നെ പറയണു, ഓ ഇത് ഭയങ്കര പാടായത്, നമ്മളെ കൊണ്ട് പറ്റില്ല, ഭയങ്കര ടെൻഷൻ അടിച്ചോണ്ടാട്ടോ ഈ പറയണേ ഭയങ്കര. അപ്പൊ ഞാനാണെങ്കിൽ എനിക്കാണെങ്കിൽ ഫുൾ ഗോൾഡൻ റിട്രീവർ എനർജി ഉള്ളു. അപ്പൊ ഞാൻ എന്റെ മോട്ടിവേഷൻ ഈ ചേച്ചിക്ക് കൊടുക്കാണ്. ചേച്ചി അങ്ങനെയൊന്നുമല്ല, ഇത് നമ്മളെ കൊണ്ട് പറ്റിയത് ഭയങ്കര ഈസിയാ, ക്ലച്ചൊക്കെ എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ചാൽ മതി എന്നുള്ള രീതിക്കാണ് ഞാൻ പറയണേ. ബട്ട് ഇതൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യം, ഈ ചേച്ചിക്കാണെങ്കിൽ നെഗറ്റീവ് ആയിട്ട് ഇങ്ങനെ വിചാരിച്ചാൽ മതി. ഈ ചേച്ചിക്ക് ഫുൾ നെഗറ്റീവ്, അത് അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റ് ആണ് കേട്ടോ ചേച്ചിയുടെ. എനിക്ക് തോന്നുന്നത് ആ ചേച്ചി ഫുള്ളും അങ്ങനെ ആയിരിക്കണം, ആ ചേച്ചിയുടെ ലൈഫ് മൊത്തം അങ്ങനെ ആയിരിക്കണം. അപ്പൊ അതെങ്ങനെയാന്നൊന്നും എനിക്കറിയില്ല. ബട്ട് എനിക്കത് കോൺസ്റ്റന്റ് എന്താ പറയാ, എനിക്കത് ഇഷ്ടമായില്ല. ലൈക്ക് ഞാൻ പക്ഷെ മോട്ടിവേറ്റഡ് ആക്കാൻ എന്നെ കൊണ്ട് പറ്റാവുന്ന മോട്ടിവേഷൻ എല്ലാവർക്കും കൊടുക്കാറുണ്ട്, എന്റെ അടുത്ത് ഉണ്ടെങ്കിൽ കേട്ടോ. അപ്പൊ ഞാൻ അതുപോലെ കൊടുക്കാൻ നോക്കി. ബട്ട് എന്റെ കഷ്ടകാലത്തിന് ചേച്ചി എന്റെ നമ്പർ മേടിച്ചു. ഈ പുള്ളിക്കാരാണെങ്കിൽ എന്റെ ഡ്രൈവിംഗ് ടെസ്റ്റ് വരെ എന്നെ കോൺസ്റ്റന്റ്ലി ഇങ്ങനെ വിളിച്ച് ഇങ്ങനെ നമുക്ക് മോട്ടിവേഷൻ അല്ല തരാം. ഈ പുള്ളിക്കാരെ അങ്ങനെയല്ല, ഇത് വിളിച്ച് നമ്മളെ ടെൻഷൻ കൂട്ടാ ചെയ്യണേ. ഓക്കെ, അതൊരു സൈഡ്. ഓക്കെ, നമുക്ക് വേണമെങ്കിൽ അതിനെ വേണമെങ്കിൽ മാറ്റി നിർത്താൻ, മൈൻഡ് ആക്കാണ്ട് ഒക്കെ ഇരിക്കാം. ലൈക്ക് ഷീ ഈസ് അവോയ്ഡബിൾ. ഓക്കെ, അവോയ്ഡ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമുണ്ട്, പഠിപ്പിക്കണ സാറ്. ആ പുള്ളിക്കാരൻ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല, കാരണം പുള്ളിയാണ് നമ്മളെ പഠിപ്പിക്കണത്. ഈ പുള്ളി എന്ന് പറയുന്നത്, ഞങ്ങൾ ഫസ്റ്റ് ഡേ തന്നെ കാറിൽ കയറിയ വഴിക്ക് പുള്ളി ഓൾറെഡി ഒരു കുട്ടീനെ ഡ്രൈവിംഗ് സീറ്റിൽ ഇരുന്നിട്ട് ഷൗട്ട് ചെയ്തുകൊണ്ടിരിക്കുക, യെല്ലിംഗ് ഒക്കെ പറയില്ലേ, അതുപോലെ ഷൗട്ട് ചെയ്തുകൊണ്ടിരിക്കുക. ഇത് കണ്ട വഴിക്ക് തന്നെ ഞങ്ങൾക്ക് പേടിയായി. കാരണം ദൈവമേ, ഇങ്ങനെയാണോ ഇയാളിങ്ങനെ പഠിപ്പിക്കാൻ പോണത്? കാരണം നമ്മൾ പഠിപ്പിക്കണ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ, നമ്മൾ പുതിയതായിട്ട് പഠിക്കാനാണോ പോണേ? അപ്പൊ ഇങ്ങനെയൊക്കെ ഷൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയാണ്. മോട്ടിവേഷൻ പലതരമുണ്ട്. പക്ഷെ ഷൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ ചിലവർ ഷൗട്ട് ചെയ്യുമ്പോൾ നമുക്ക് മോട്ടിവേറ്റഡ് ആയിട്ട് ചെയ്യാൻ തോന്നിക്കും. ബട്ട് ഇയാളുടെ ഷൗട്ട് എന്ന് പറയുന്നത് ഇത് നമുക്ക് ഡീമോട്ടിവേറ്റിംഗ് ആണ് ചെയ്യാം, നമുക്ക് സ്ട്രെസ് ആണ് തരാം. നമുക്ക് ആ ഡ്രൈവിംഗ് സീറ്റിൽ വരെ ഇരിക്കാൻ പോലും പറ്റില്ല. ഈ പുള്ളിന്റെ ഈ ഒടുക്കത്തെ ഷൗട്ടിങ്, ഈ പുള്ളിന്റെ ഒടുക്കത്തെ നോട്ടൊക്കെ കാണുമ്പോണ്ടല്ലോ നമുക്ക് ടെൻഷനാണ് വരാം. അതേ ഇനി ക്ലച്ച് ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഇയാൾ തല്ലോ, ഇയാള് അപ്പുറത്തേക്കും തല്ലണുണ്ട് കേട്ടോ, കൈകൊണ്ട് ഇങ്ങനെയൊക്കെ കാണിക്കണുണ്ട്. എന്നെ ഇതുവരെ ചെയ്തിട്ടില്ല, ബട്ട് ചില പിള്ളേരൊക്കെ ഇയാൾ തല്ലണുണ്ട് പിടിച്ച്. ഒരു ദിവസം ഫസ്റ്റത്തെ ഡേ ഞങ്ങളുടെ അടുത്ത് അത്രയും കുഴപ്പമുണ്ടായിരുന്നില്ല, പുള്ളി കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു, കാണിച്ചു തന്നു. അപ്പൊ പിന്നെ തൊട്ട് ഞങ്ങൾ ഓടിക്കാനുള്ള ഇതാണ്.
ഒരു വട്ടം കാണിച്ചെന്ന് ഓക്കെ ഫൈൻ, നമ്മൾ പഠിക്കാണ്. ബട്ട് ഈ പുള്ളി ഉണ്ടല്ലോ, നമ്മൾ ഒന്ന് ക്ലച്ച്, നമ്മൾ ആ സീറ്റിലിരിക്കുമ്പോൾ നമ്മൾ സമാധാനത്തോടെ ഇരുന്നാലേ നമുക്ക് ഓടിക്കാൻ പറ്റുള്ളൂ. ബട്ട് ഈ പുള്ളി സമ്മതിക്കില്ല. സമാധാനം എന്ന് പറയുന്ന സാധനം ഈ പുള്ളി നമുക്ക് തരില്ല. ലൈക് ലിറ്ററലി ഇങ്ങനെ വെറുതെ തൊട്ടേനും ഒന്നും എവിടെയും തൊടാൻ പറ്റില്ല, തൊട്ടേനെ പിടിച്ചതിനൊക്കെ ഷൗട്ട് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ നമുക്ക് പേടിയാവും, നമ്മൾ ചെയ്യുന്നത് ശരിയല്ലേ. അപ്പൊ അയാളുടെ മുഖത്ത് നോക്കുമ്പോ അയാളാണെങ്കിൽ ഇങ്ങനെ നോക്കിയിരിക്കണം. എനിക്ക് കാണുമ്പോ തന്നെ, എനിക്കിപ്പോ ആലോചിക്കുമ്പോ തന്നെ അത് പേടിയാവണേ. ഇങ്ങനെ ഷൗട്ട് ചെയ്യണ ഒരാൾ ഒരു സൈഡില്, ഈ ടെൻഷനൊക്കെ വിളിച്ച് എനിക്ക് ഇൻപുട്ട് തരുന്ന ഒരാൾ വേറൊരു സൈഡിൽ, ലൈക്ക് ആ ചേച്ചി. ഓക്കെ, ഓട്ടോമാറ്റിക്കലി ആൻഡ് ഗോൾഡൻ റിട്രീവർ ആൻഡ് മോട്ടിവേറ്റഡ്, ഫുള്ളി മോട്ടിവേറ്റഡ് എനർജി ഇങ്ങനെ ലൈക്ക് ഫുള്ളി ഡ്രെയിൻ ആയി. എനിക്ക് ഇനി പോകണ്ട അവിടേക്ക്, എനിക്ക് ഇഷ്ടമല്ല പോകാനായിട്ട്. അപ്പൊ ഞാൻ എപ്പോഴും അമ്മയോട് അല്ലെങ്കിൽ എന്റെ ഫിയാൻസിയോടൊക്കെ എപ്പോഴും ഞാൻ പറയും എനിക്ക് അവിടെ പോകാൻ തീരെ താല്പര്യമില്ല, എനിക്ക് ഇഷ്ടമാവണില്ല. അയാൾ ഭയങ്കരമായിട്ട് ചീത്ത പറഞ്ഞോണ്ടിരിക്കുക. അപ്പൊ ഇവര് പറയണ ചീത്തൊക്കെ കേൾക്കും, ഡ്രൈവിംഗ് സ്കൂളാകുമ്പോ ചീത്തൊക്കെ കേൾക്കും. യെസ്, ചീത്ത കേൾക്കും, ചീത്ത പറയണം, പഠിപ്പിക്കണം, മര്യാദയ്ക്ക് ചെയ്തില്ലെങ്കിൽ ചീത്ത പറയണം, പക്ഷെ ചെയ്യാൻ അനുവദിക്കണം. ലൈക്ക് ക്ലച്ച് ഒന്ന് തൊടാൻ അനുവദിക്കണം, അതിന് മുമ്പേ ഷൗട്ട് ചെയ്യല്ല ചെയ്യാം. ഓക്കെ, അപ്പൊ ഈ പുള്ളിക്കാരന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഈ പുള്ളിക്കാരൻ പഠിപ്പിക്കണ സമയത്ത് മാത്രമാണ് ഇങ്ങനെ ചീത്ത പറയാം. ബട്ട് പുറത്തൊക്കെ വെച്ച് കാണുമ്പോൾ അല്ലെങ്കിൽ പഠിപ്പിക്കാണ്ടിരിക്കണ ഒരു ചെറിയ ടൈമോ ബ്രേക്കോ ആ ഗ്യാപ്പ് ഒക്കെ ഉണ്ടാവില്ലേ, ആ പുള്ളി എന്റെ അടുത്ത് നമ്പർ ചോദിക്കുക, എന്റെ അമ്മ എന്താ ചെയ്യണേ, ഞാൻ എന്താ ചെയ്യണേ. ലൈക്ക് ലിറ്ററലി ഭയങ്കര സോഫ്റ്റ് ആൻഡ് ഫ്ലേർട്ടി, ഈസി, ഐ മീൻ ഭയങ്കര ഈസി, ഭയങ്കര സിമ്പിൾ ഗായിന്റെ പോലെയൊക്കെയാണ് കേട്ടോ. ഐ വിഷ് അയാള് ഈ എനർജി, ലൈക്ക് സോഫ്റ്റ് എനർജി പഠിപ്പിക്കണ സമയത്ത് ഇയാൾ എടുത്തെങ്കിൽ ഞങ്ങൾ മര്യാദയ്ക്ക് പഠിച്ചേനെ, ഞങ്ങൾക്ക് സമാധാനമായിട്ടൊന്ന് ഓടിക്കാൻ പറ്റിയാണ് ആ കാറ്. ആണെങ്കിൽ ചിലവരെ ഇപ്പൊ ഞങ്ങൾ ഇരിക്കുമ്പോ തന്നെ ഇയാൾ ഷൗട്ട് ചെയ്യുന്നുണ്ട്, എല്ലാവരും ഷൗട്ട് ചെയ്യുന്നുണ്ട്, ഇങ്ങനെ ഒരാളൊന്നുമില്ല. ഐ തിങ്ക് ഹി ജസ്റ്റ് ഹേറ്റ് ഹിസ് ജോബ്. ഓക്കെ, ഈ പുള്ളി ആരൊക്കെ കേഴ്സും ചെയ്യണം, ലൈക്ക് നീ വർത്ത്ലെസ് ആണ്, ഡ്രൈവിംഗ് ചെയ്യാനൊന്നും പറ്റില്ല എനിക്ക് പോവാൻ, അങ്ങനെ വരെ ഈ പുള്ളി പറയും ചില ആൾക്കാരുടെ അടുത്ത്. അറിയോ, അങ്ങനെ പറഞ്ഞ് നിർത്തിയും പോയിട്ടുണ്ട് ചില പിള്ളേരൊക്കെ. പിന്നെ ഇയാളൊട്ടും പ്രൊഫഷണൽ അല്ല, ലൈക്ക് ലിറ്ററലി കച്ചറ അങ്കിൾമാരൊക്കെ ഉണ്ടാവില്ലേ സൈഡിൽ, റോഡിന്റെ സൈഡിലൊക്കെ നടക്കുന്നത്, ആ ഒരു വൈബാണ്. ഒട്ടും പ്രൊഫഷണൽ അല്ല. അപ്പൊ ഈ ടൈം എന്ന് പറയുന്നത് എനിക്ക് എൻഗേജ്മെന്റും എന്റെ IELTS എക്സാം ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ IELTS എക്സാം ഒക്കെ ഞാൻ വീട്ടിലിരുന്ന് ഞാൻ തന്നെയാണ് പ്രിപ്പയർ ചെയ്തത്, ഞാനൊരു കോച്ചിങ്ങിനൊന്നും പോയിട്ടില്ല. അപ്പൊ ഇതൊക്കെ എനിക്ക് കോൺസ്റ്റന്റ് സ്ട്രെസ് ആണ് തരുന്നത്. എനിക്ക് കാലത്തും ഉണ്ടാവും വൈകിട്ടും ഉണ്ടാവും ഈ പ്രാക്ടീസ് എന്ന് പറയുന്ന സംഭവം. ഇത്ര നാള് ഈ 2 നേരം പ്രാക്ടീസ് ചെയ്തിട്ട് എനിക്കുണ്ടല്ലോ റിസൾട്ട് ആയിട്ട് എനിക്ക് കാർ ഓടിക്കാനല്ല ഈ പുള്ളിയെ സ്ട്രെസ് തരണ ട്രെയിനിങ് ആണെങ്കിൽ തരണ്ടേ. സ്ട്രെസ് എങ്ങനെയൊക്കെ ഞാൻ നേരിടണം, സ്ട്രെസ് ഇങ്ങനെ ഉണ്ടാവുമ്പോ എങ്ങനെയൊക്കെ നിന്ന് കൊടുക്കണം, ആ ഒരു ടൈപ്പ് ഓഫ് ട്രെയിനിങ് ആയിരുന്നു എനിക്കത് തോന്നിയത്. ഡ്രൈവിംഗ് ട്രെയിനിങ് അല്ലായിരുന്നു, സ്ട്രെസ് ട്രെയിനിങ് ആയിരുന്നു ആക്ച്വലി അവിടെ. ഇങ്ങനെ പോയി ഒരു ദിവസം എത്തി, ഡ്രൈവിംഗ് ടെസ്റ്റ് എത്തി. ഡ്രൈവിംഗ് ടെസ്റ്റിന്റെ സമയത്ത് ഈ പുള്ളി ഞങ്ങൾക്ക് കാറ് പഠിപ്പിക്കുന്നത് ഈ പുള്ളിന്റെ വീട്ടിലാണ്. അപ്പൊ വീടിന്റെ സൈഡിലാണ്. അപ്പൊ എച്ചൊക്കെ എടുക്കുന്നത് അവിടുത്തെ അളവും ഇവിടുത്തെ അളവും നല്ല വ്യത്യാസമുണ്ട്. ഞങ്ങളുടെ ടെസ്റ്റ് നടക്കുന്ന അളവും ഇയാളുടെ വീടിന്റെ അടുത്തുള്ള അളവും കുറച്ചൊക്കെ വ്യത്യാസമുണ്ട്. അപ്പൊ അന്ന് പോയ ദിവസമാണ് ഞങ്ങൾ നേരെ വൈകിട്ട് പോയത്. അപ്പൊ ഇത് എടുക്കാനായിട്ടൊന്ന് പ്രാക്ടീസ് ചെയ്യണ സമയത്ത് കാലത്ത് ഭയങ്കര തിരക്കാണ്. അപ്പൊ നമുക്ക് കറക്റ്റ് ആയിട്ട് അളവ് എടുക്കാനായിട്ട് പറ്റില്ല. ഇതൊന്ന് മെഷർ ചെയ്തൊന്ന് ടെസ്റ്റ് ചെയ്യാനായിട്ട് ഞാനൊന്ന് എടുത്തൊന്ന് നോക്കാനായിട്ട് ഞാൻ എടുക്കാട്ടോ. അപ്പൊ ഇതിന്റെ ഇടയ്ക്കും ഇയാൾ ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യണേ. കാരണം വണ്ടി എടുക്കാൻ പറ്റില്ല, ബിക്കോസ് ഒരു വണ്ടി ഓൾറെഡി വന്നുകൊണ്ടിരിക്കണം. അപ്പൊ ഞാനാണെങ്കിൽ കുറച്ച് സ്റ്റക്കായിട്ട് നിൽക്കാം. എനിക്ക് മനസ്സിലാവുള്ളത് അത് അവിടെ നിന്ന് വണ്ടി വരണ്ട, ഇവിടെ വണ്ടി വരണ്ട, ഇവിടെ നിൽക്കണം. അപ്പൊ ഞാനിങ്ങനെ പെട്ടെന്ന് പാനിക്കാണ് കണ്ടിട്ട് ഈ പുള്ളി ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യണം. അപ്പൊ അതൊരു ടെസ്റ്റ് ഡേ ആണ്. അറ്റ്ലീസ്റ്റ് ടെസ്റ്റ് ഡേയെങ്കിൽ ഈ പുള്ളിക്ക് ഒന്ന് റിലാക്സ്, ഒന്ന് സ്ട്രെസ് കുറയ്ക്കണ ഒരു എന്തെങ്കിലും ഒരു എഫർമേഷൻ പറഞ്ഞു തരാം. ലൈക്ക് ഹീസ് എ ട്യൂട്ടർ, റൈറ്റ്? അപ്പൊ ബട്ട് നോ, ഹി ഡസന്റ്. ഓക്കെ, അപ്പൊ എന്റെ മൈൻഡിൽ എന്ന് വെച്ചാൽ എനിക്ക് ഈ ഡ്രൈവിംഗ് സ്കൂളിലേക്ക് പോകണ്ട. ലൈക്ക് എനിക്ക് ഈ ടെസ്റ്റ് പാസ് ആവണമെന്നല്ലായിരുന്നു. എനിക്ക് ഈ ഡ്രൈവിംഗ് സ്കൂളിലേക്ക് പോകണ്ട, എനിക്ക് ഇനി ഇയാളുടെ മോന്ത കാണണ്ട, എനിക്ക് ഇനി ലൈക്ക് എനിക്ക് ഫെയിൽ ആവണ്ട ഈ ഡ്രൈവിംഗ് സ്കൂളിലേക്ക് പോകണ്ട. ഫുൾ എന്റെ തലയിൽ മൊത്തം ഫെയിൽ ആവണ്ട മാത്രമേ ഉള്ളൂ. ലൈക്ക് പാസ് ആവണം എന്നല്ലായിരുന്നു, ഫെയിൽ ആവണ്ട. അങ്ങനത്തെ ഒരു നെഗറ്റീവ് രീതിക്കാണ് ഞാൻ ചിന്തിക്കണ്ടായിരുന്നത്. ഡ്രൈവിംഗ് ടെസ്റ്റ് നടന്നു, എടുക്കുന്ന സമയത്ത് ഫുൾ എന്റെ തലയിൽ ഫെയിൽ ആവണ്ട, ഇപ്പോൾ എന്റെ മോതങ്ങി കാണണ്ട. എനിക്കറിയില്ല, എനിക്ക് ഈ ടോക്സിക് എൻവയോൺമെന്റ് തന്നെ നല്ലോണം എഫക്ട് ചെയ്തിട്ടുണ്ട് നല്ല രീതിക്ക്. അപ്പൊ എടുത്തു, കമ്പി തട്ടി ഫെയിലായി. ഞാൻ ഫെയിൽഡായി. ഓക്കെ ഫൈൻ. ഞാൻ വീട്ടിൽ വന്നിട്ട് ഞാൻ അന്നത്തെ ദിവസം നല്ലോണം കരഞ്ഞു. ലൈക്ക് ഫെയിൽഡായി. എന്റെ എൻഗേജ്മെന്റ് ടൈം ആയിരുന്നു. എന്റെ ഫിയാൻസി ഞാൻ പറയല്ലോ, എന്റെ ഫിയാൻസിക്ക് എന്റെ കാർ ഓടിക്കണം എന്നൊരു താല്പര്യമൊക്കെ ഉണ്ടായി. ബട്ട് അതെന്തായാലും നടക്കാൻ പോകണില്ല, ബിക്കോസ് ഞാൻ ഫെയിൽഡായി. എനിക്ക് കാർ റോട്ടിലേക്ക് ഓടിക്കാനൊന്നും പറ്റില്ല. അപ്പൊ ആ ഒരു വിഷമവും പിന്നെ IELTS എക്സാം 2 ദിവസം കഴിഞ്ഞിട്ടായിരുന്നു. അപ്പൊ ഇതിന്റെ സ്ട്രെസ് കാരണം ഞാൻ അധികം അതിൽ കോൺസെൻട്രേറ്റും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ബട്ട് IELTS എനിക്ക് എക്സാം റിസൾട്ട് ഒക്കെ കിട്ടി. ലൈക്ക് അതൊക്കെ എൻഗേജ്മെന്റ് കാര്യങ്ങളൊക്കെ എല്ലാം കറക്റ്റ് ആയിട്ട് നടന്നു. ബട്ട് എൻഗേജ്മെന്റ് ടൈം എനിക്ക് ഒരു ലോഡ് സ്ട്രെസ് ഉണ്ടായി. കാരണം എനിക്ക് എന്റെ സ്കിന്നും ഫേസ് ഒക്കെ ഭയങ്കര ഡള്ളായിരുന്നു. ലൈക്ക് കുറെ പിമ്പിൾസ് ഒക്കെ വന്ന ആകെ. എൻഗേജ്മെന്റ് ടൈം എന്ന് പറഞ്ഞാൽ എനിക്ക് സ്ട്രെസ്സും തലയിൽ എപ്പോഴും ഉണ്ടായിരുന്നു. ലൈക്ക് ഒരു ട്രോമറ്റൈസ്ഡ് ആക്കി. എനിക്ക് ഡ്രൈവിംഗ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഒട്ടും ഇഷ്ടമല്ല ഉണ്ടാക്കി. എനിക്ക് കാർ കാണുമ്പോൾ തന്നെ എനിക്ക് ഇഷ്ടമല്ല ഓടിക്കാനായിട്ട്. ആ ഒരു രീതിക്കാക്കി വെച്ചു എന്റെ തല.
ഫെയിലായി. ഞാൻ വീട്ടിൽ പറഞ്ഞു എനിക്ക് ഇനി ആ ഡ്രൈവിംഗ് സ്കൂളിലേക്ക് പോകണ്ട, ഞാൻ പോണില്ല എന്നുള്ള ഒരു തീരുമാനത്തിലൊക്കെ എത്തി. എനിക്ക് ഇനി അങ്ങോട്ട് പോകണ്ട. അപ്പൊ ഞാൻ വേറെ ഡ്രൈവിംഗ് സ്കൂൾ, അപ്പൊ വീട്ടില് ഓക്കെ പാരന്റ്സ് സപ്പോർട്ടീവ് ആയിരുന്നു, എന്റെ ഭാഗ്യം. ഓക്കെ, അപ്പൊ പാരന്റ്സ് സപ്പോർട്ടീവ് ആയിരുന്നു. അവര് പേപ്പർ ഒക്കെ ഡ്രൈവിംഗ് സ്കൂളിൽ നിന്ന് മേടിച്ചു. അവർക്കൊട്ടും ഇഷ്ടമായില്ല ഞാൻ മാറിയതൊക്കെ. ബട്ട് അവരുടെ ഇഷ്ടം എനിക്ക് നോക്കേണ്ട ആവശ്യമില്ലല്ലോ, ബിക്കോസ് that tutor is just a stupid guy who doesn't know to teach well. Okay, അപ്പൊ എനിക്ക് ആ പുള്ളിന്റെ വിഷമം നോക്കണ്ട ആവശ്യമില്ല. ഫിയാൻസെ വന്നു ആൻഡ് എന്നെ വേറൊരു ഡ്രൈവിംഗ് സ്കൂളിലേക്ക് കൊണ്ടുപോയി. അപ്പൊ എന്റെ മനസ്സിൽ ഒരു ഡ്രൈവിംഗ് സ്കൂളിന്റെ ഒരു ഫസ്റ്റ് സ്റ്റാൻഡേർഡ് ഡ്രൈവിംഗ് സ്കൂൾ എന്തായാലും കൊളായേണ്ട ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പൊ ഞാൻ നോക്കുമ്പോ എല്ലാതും എനിക്ക് തന്നെയായിരിക്കും എന്നുള്ള രീതിക്കാണ് ഞാൻ പോയത്. ബട്ട് സീരിയസ്ലി അവിടെയുള്ള ഒരു സാറ്, ലൈക്ക് എന്റെ ഭാഗ്യത്തിന് എനിക്ക് നല്ല സാർ അവിടെ കിട്ടിയതാണോന്ന് അറിയില്ല. ഹി വാസ് സോ സപ്പോർട്ടീവ്. ഞാൻ ആകെ 2 ക്ലാസ്സിന് പ്രാക്ടീസ് ചെയ്യാൻ പോയിട്ടുള്ളൂ. ഞാൻ ഫസ്റ്റ് ഡേ തന്നെ ഓടിച്ചപ്പോ ഇപ്പോൾ പറഞ്ഞു നല്ലോണം ഓടിക്കണ്ടല്ലോ, എങ്ങനെ തോറ്റേന്ന് എന്നോട് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ഇങ്ങനെയൊക്കെയാണ് കാര്യം ഉണ്ടായെന്ന് പറഞ്ഞു. അപ്പൊ പുള്ളിക്കാരൻ ചിരിച്ചു വാട്ട് എവർ. അപ്പോ ഹി വാസ് സോ സപ്പോർട്ടീവ്. ഇപ്പൊ നമ്മൾ തെറ്റിക്കുകയാണെങ്കിൽ തന്നെ ഈ പുള്ളി മര്യാദക്ക് പീസ്ഫുള്ളി പറഞ്ഞു തരും. അപ്പൊ നമുക്ക് കേൾക്കുമ്പോ തന്നെ നമ്മൾക്ക് പിന്നെ ആ തെറ്റാ നമ്മൾ ആവർത്തിക്കില്ല. ഓക്കെ, നമുക്കത് കേൾക്കുമ്പോ തന്നെ മനസ്സിലാവും. പിന്നെ ഓരോ ട്രിക്സ് പറഞ്ഞുതരും അവിടെ എത്തുമ്പോ ഇങ്ങനെ വളയ്ക്കണം കാര്യങ്ങളൊക്കെ. സോ ഈ എൻവയോൺമെന്റ് എന്ന് പറയുന്നത് എനിക്ക് ലിറ്ററലി ഭയങ്കര പീസാ തോന്നുന്നുണ്ടായിരുന്നു. അത് കാരണം എനിക്ക് 2 ദിവസം മതിയായിരുന്നു പഠിക്കാനായിട്ട്. ഐ വാസ് ഇൻ എ ബാഡ് സ്റ്റുഡന്റ്. ഓക്കെ, it was that environment that made me a bad student. ടെസ്റ്റ് വന്നു, I passed this time and എന്നെ പഴയ പഠിപ്പിച്ച സാറൊക്കെ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. സാർ പുള്ളിനെ സാറിനൊന്നും വിളിക്കില്ല, പുള്ളി എന്തിട്ടാണോ എനിക്കറിയില്ല. അപ്പൊ ഈ പുള്ളിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഈ പുള്ളി ഇങ്ങനെ സീക്രട്ട്ലി ചോദിച്ചു അവള് ജയിച്ചാ, ലൈക്ക് ഹി തോട്ട് ദാറ്റ് ഞാൻ വീണ്ടും തോക്കും. ബട്ട് നോ, ഐ പാസ് ദിസ് ടൈം. ആൻഡ് ഈ പുള്ളി എന്നെ, അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ തോറ്റെങ്കിൽ ചിലപ്പോ ഈ പുള്ളി എന്നെ ചിലപ്പോ കണ്ടിട്ട് പോകണം. ബട്ട് ആ പുള്ളി പിന്നെ ആ ഭാഗത്ത് ഞാൻ കണ്ടില്ല. ഓക്കെ, വാട്ട് എവർ, ഞാൻ എന്തായാലും ജയിച്ചു. അപ്പൊ ഐ എം വെരി ഹാപ്പി. അത്ര വരുന്ന വെച്ചാൽ സംടൈംസ് ഇഫ് യു ഫെയിൽ, അതെപ്പോഴും നിങ്ങളുടെ കാപ്പബിലിറ്റി കുറവോ നിങ്ങളുടെ എബിലിറ്റി കുറവോ അല്ലെങ്കിൽ നിങ്ങൾ ബാഡ് സ്റ്റുഡന്റ് ആണ് ആ ഒരു രീതിക്ക് ആയിരിക്കില്ല. മേ ബി ഇറ്റ്സ് ബിക്കോസ് ഓഫ് യുവർ സ്പേസ് ആൻഡ് ദ ടോക്സിക് പീപ്പിൾ അറൌണ്ട് യു. ഈ എനർജീസ് എന്ന് പറയുന്നത് ഭയങ്കര നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യും, ഭയങ്കര നല്ല രീതിക്ക് ഇൻഫ്ലുവൻസ് ചെയ്യും. എന്റെ അമ്മയൊക്കെ പറയും മൈൻഡ് ആക്കണ്ട. ബട്ട് എനിക്കറിയില്ല എങ്ങനെ മൈൻഡ് ആക്കാണ്ടിരിക്കുക. ഈ എനർജീസിനൊക്കെ എങ്ങനെയാണ് ഞാൻ മൈൻഡ് ആക്കാണ്ടിരിക്കുക. മിക്കവരും പറയും മൈൻഡ് ആക്കാണ്ട് നമ്മുടെ കാര്യം നോക്കി. നമുക്ക് നമ്മുടെ കാര്യം നോക്കാനായിട്ട് നല്ലോണം അറിയാം. പക്ഷെ നമ്മളെ പഠിപ്പിക്കണ ഒരാൾ, അല്ലെങ്കിൽ നമുക്ക് ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് തരേണ്ട ഒരാള് നമ്മളെ പഠിപ്പിക്കണം. ഇപ്പൊ സ്കൂളിലെ പഠിപ്പിക്കണം എന്ന് വെച്ചാൽ ടീച്ചേഴ്സിന് ഒരു ലോഡ് പിള്ളേരുണ്ടോ, നമ്മള് പഠിപ്പിക്കേണ്ട ആവശ്യമില്ലല്ലോ. ലൈക്ക് ഇത് ഓവറോൾ ഒരു പഠിപ്പിക്കലാണ്. ബട്ട് ഈ ഡ്രൈവിംഗ് അല്ലെങ്കിൽ ട്യൂഷൻ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഓരോരുത്തർക്ക് നോക്കണ ഒരു പഠിപ്പിക്കലാണ്. അപ്പൊ ആ ടീച്ചർ ഒരു കുട്ടീനെ അസൈൻ ചെയ്തിട്ടുള്ള ടീച്ചർ ഡീമോട്ടിവേറ്റിംഗ് ആണെങ്കിൽ ആ കുട്ടിക്ക് എത്രത്തോളം, ഇപ്പൊ മാത്സിൽ പേഴ്സണൽ ട്യൂഷൻ ടീച്ചർ ഉണ്ടെന്ന് വിചാരിക്കാം. പുള്ളിക്കാരി മാത്സ് ചെയ്യിപ്പിച്ചു, നിങ്ങളുമായിരിക്കും മാത്സ് ചെയ്യണില്ല. ഓക്കെ, എന്നാ പുള്ളിക്കാരി അതിന്റെ ട്രിക്സോ അല്ലെങ്കിൽ പഠിപ്പിച്ച് തരാണ്ട് നിങ്ങളോട് പറയാണ് യു ആർ വർത്ത്ലെസ്, നിന്നെ കൊണ്ട് മാത്സ് ഒരിക്കലും പറ്റില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതെങ്ങനെ ശരിയാവണേ? അങ്ങനെ അല്ലല്ലോ കാര്യം. നമ്മൾ ഒരു സ്ഥലത്ത് കാശ് കൊടുത്ത് പഠിക്കാൻ പോകുന്നത് ഇതിനെ പഠിക്കാൻ വേണ്ടിട്ട്. അപ്പൊ ഇയാളും മര്യാദയ്ക്ക് പഠിപ്പിക്കാണ്ട് ലൈക്ക് എന്നിട്ട് ഷൗട്ട് ചെയ്യുക, ഇറ്റ്സ് നോട്ട് എ ഗുഡ് തിങ്. ഓക്കെ, ഒരു ടോക്സിക് എനർജി നിങ്ങളുടെ കൂടെ കോൺസ്റ്റന്റ് ആയിട്ട് ഉണ്ടാവുമ്പോൾ നിങ്ങൾക്ക് പറ്റില്ല ഇതൊന്നും ചെയ്യാനായിട്ട്. അപ്പൊ നിങ്ങളുടെ സ്പേസ്, നിങ്ങളുടെ എൻവയോൺമെന്റ് ഒക്കെ ഒന്ന് നിരീക്ഷിക്കാം. ഇതൊക്കെ കറക്റ്റ് ആണോ എനിക്ക് എന്ന് നോക്കാം. ഇപ്പോഴും ഞാൻ ആ ഡ്രൈവിംഗ് സ്കൂളിൽ തന്നെ ചേർന്നു എന്ന് വിചാരിക്കും. ഇപ്പൊ ഞാൻ എന്റെ ഗട്ട്സ് കാണിച്ചില്ല, എനിക്ക് അവിടേക്ക് പോകണ്ട എന്ന് പറയാണ്ട് ഞാൻ ഇപ്പോഴും അഡ്ജസ്റ്റ് ചെയ്ത് ഇപ്പൊ എല്ലാവരും പറയണ പോലെ ആ സാരില്ല മൈൻഡ് ആക്കണ്ടെന്ന് വിചാരിച്ച് ഞാൻ പോവാന്ന് വിചാരിക്കും വീണ്ടും അങ്ങോട്ടേക്ക്. ഞാൻ ഇപ്പോഴും തോറ്റാനെ ഞാൻ കാർ ഒരിക്കലും ഓടിക്കില്ലായിരുന്നു. ലൈക്ക് എനിക്ക് ഓൾറെഡി വെറുത്തായിരുന്നു ആ സമയത്ത് കാർ ഓടിക്കാനായിട്ട്, ഒരിക്കലും ഓടിക്കില്ലായിരുന്നു. അപ്പൊ നമ്മൾ ഗട്ട്സ് കാണിക്കാം, നമുക്ക് പറ്റണില്ല, നമുക്കൊരു റിലേഷൻഷിപ്പ് പറ്റണില്ല, ഭയങ്കര ടോക്സിക് ആണ്, ലീവ് ദാറ്റ് പേഴ്സൺ. ഒരു ചീറ്റിങ്ങോ എന്ത് വേണമെങ്കിൽ പറഞ്ഞോട്ടെ, ബട്ട് ഇഫ് യു കാണ്ട് ദെൻ ലീവ് ദാറ്റ് പേഴ്സൺ. ഇഫ് യു കാണ്ട് ഗോ ടു സം, ഇപ്പൊ നിങ്ങൾക്കൊരു ടോക്സിക് എൻവയോൺമെന്റിലാണ് നിങ്ങൾ പഠിക്കണമെന്ന് വെച്ചാൽ ലീവ് ദാറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ. ഇപ്പൊ ലീവ് ചെയ്യാൻ പറ്റാത്ത ഒരു സ്ഥലമാണെന്ന് വെച്ചാൽ നിങ്ങൾക്കൊരു സ്പേസ് ഉണ്ടാക്കുക, ഒരു നല്ല പോസിറ്റീവ് ഫ്രണ്ട് സർക്കിൾ ആയിട്ടുള്ള സ്പേസ് ഉണ്ടാക്കുക. പോസിറ്റീവ് തോട്ട്സ് ഒന്നും ഒരു നെഗറ്റീവ് സ്പേസിൽ ഉണ്ടാക്കാൻ പറ്റില്ല. എപ്പോഴും നമുക്ക് കുറെയൊക്കെ മൈൻഡ് ചെയ്യാണ്ടിരിക്കാം, പക്ഷെ there are some situations that we can't help these energies influencing us, like ഒരു ഫ്രണ്ട്സോ ടോക്സിക് ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾ എന്തായാലും നല്ലോണം ഇൻഫ്ലുവൻസ് ചെയ്യും. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ മനസ്സിലാക്കി അതൊക്കെ ഒരു ഡിസ്റ്റൻസ് വെക്കാനായിട്ട് നോക്കാം. നിങ്ങളോട് ഞാൻ തല്ലുകൂടി പോകാൻ, ഇപ്പൊ എന്റെ കാര്യത്തിൽ എനിക്കൊരു ടോക്സിക് ഫ്രണ്ട് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ഞാൻ ലിറ്ററലി അവരുടെ എക്സിസ്റ്റൻസേ മറക്കും. ഞാൻ അവരുടെ അടുത്ത് സംസാരിക്കുകയില്ല. എനിക്ക് അങ്ങനത്തെ കുറച്ച് ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു. എന്റെ കോളേജിൽ ഒരു ഫ്രണ്ട് ഒക്കെ ഉണ്ടായിട്ട് ഞാൻ ആ കുട്ടീൻ്റെ അടുത്ത് മിണ്ടാറേ ഇല്ല. ഓക്കെ, കാരണം മിണ്ടുമ്പോ എന്റെ പീസ് പോണ്, അപ്പൊ മിണ്ടാണ്ടിരുന്നാ പോരാ. പിന്നെ ആ കാര്യത്തിൽ എനിക്ക് പ്രശ്നമില്ലല്ലോ. സോ മാക്സിമം അവരുടെ എക്സിസ്റ്റൻസ് ഒക്കെ മറക്കുക, അതിനുള്ള ഗട്ട്സ് നിങ്ങൾ കാണിക്കുക. അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. പാർട്ട് 1 ഈസ് ദ എൻവയോൺമെന്റ് ദാറ്റ് ഷേപ്സ് യു.
നമുക്ക് വേണമെങ്കിൽ ഒരുപാട് പൊട്ടൻഷ്യൽ ഉണ്ടാവും. ബട്ട് ഈ സപ്പോർട്ടീവോ അല്ലെങ്കിൽ നമുക്ക് ഒരു പീസ് തരാത്ത ഒരു എൻവയോൺമെന്റിൽ നമ്മൾ നിൽക്കുകയാണെങ്കിൽ നമ്മുടെ ഈ പൊട്ടൻഷ്യൽ ഒക്കെ ഉണ്ടല്ലോ ചോർന്ന് ഒലിച്ചു പോവും. ലൈക്ക് അത് ഡ്രെയിൻ അങ്ങോട്ടാവും ഫുള്ള് നമ്മുടെ എല്ലാ എനർജി. ലൈക്ക് എനിക്കൊരു ഗോൾഡൻ റിട്രീവർ മോട്ടിവേറ്റഡ് എനർജി ഉണ്ടായിരുന്നു ഡ്രൈവിംഗ് പഠിക്കാനായിട്ട്. ബട്ട് അവിടെ പോയപ്പോ കണ്ട ഞാൻ ഫുള്ളും ഡ്രെയിനായി, എനിക്ക് സ്ട്രെസ്സായി. എനിക്ക് എന്റെ അമ്മോടും അല്ലെ ആരോടും ഞാൻ സംസാരിക്കുമ്പോഴും അല്ലെങ്കിൽ എന്റെ ഫിയാൻസിന്റെ അടുത്തൊക്കെ സംസാരിക്കുമ്പോഴും എനിക്ക് ലിറ്ററലി ഈ കാര്യം മാത്രം പറയാനുള്ളൂ. എനിക്ക് ലിറ്ററലി ഈ കാര്യം മാത്രം ഫുൾ ടൈം ഇങ്ങനെ ഇത് മാത്രം എനിക്ക് പറയാനുള്ളൂ. കാരണം അത്രത്തോളം സ്ട്രെസ് ഞാൻ അനുഭവിച്ചിട്ടുണ്ട് അവിടെ. സോ അതെന്നെ ലിറ്ററലി എന്റെ എല്ലാ ഹാപ്പിനെസ്സും കളഞ്ഞു. ലൈക്ക് എന്റെ എൻഗേജ്മെന്റ് ടൈം ആയിരുന്നു, ആ ഹാപ്പിനെസ് കളഞ്ഞു, ഡ്രൈവിങ്ങിനോടുള്ള ഒരു ഇഷ്ടം കളഞ്ഞു. അപ്പൊ ഒരു ചെറിയ എൻവയോൺമെന്റ് ഷിഫ്റ്റ് ആണ്, ആ അവിടുത്തെ ഒരു എൻവയോൺമെന്റ് ആണ് എന്നെ ഫുൾ ഡ്രെയിൻ ആക്കി വെച്ചത്. അപ്പൊ നിങ്ങളുടെ എൻവയോൺമെന്റ് എങ്ങനെയാണ് നിങ്ങൾ നോക്കുക? അപ്പൊ വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എനിക്ക് താഴെ എന്റെ റൂം താഴെയായിരുന്നു, ഇത് മുകളിലത്തെ റൂമാണ്. ഓക്കെ, അപ്പൊ താഴെ എന്റെ അച്ഛൻ TV ഒക്കെ വെക്കും, ഉറക്ക TV വെക്കും, ഭയങ്കര ശബ്ദത്തിൽ TV വെക്കും. അപ്പൊ എനിക്ക് കെടുക്കാനായാലും ഇപ്പൊ പഠിക്കാനായാലും ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ എന്താ ചെയ്തു, കോളേജ് കഴിഞ്ഞ് ഹോസ്റ്റലൊക്കെ നിർത്തിയല്ലോ. അപ്പൊ ഞാൻ വീട്ടിലേക്ക് വന്നപ്പോ ഞാൻ എന്റെ എല്ലാ സാധനങ്ങളും എടുത്ത് മുകളിലേക്ക് വന്നു. ബിക്കോസ് താഴത്തെ എൻവയോൺമെന്റ് എനിക്ക് ഒട്ടും പീസ് തരുന്നുണ്ടായില്ല. ഞാനും അച്ഛനും ഇപ്പോഴും തല്ലുകൂടലായിരുന്നു. ലൈക്ക് ടിവിയുടെ ശബ്ദം കുറയ്ക്കി, എനിക്ക് ഉറങ്ങാൻ പറ്റണില്ല, അങ്ങനെയൊക്കെ പറഞ്ഞ് തല്ലുകൂടല. അച്ഛനായാലും സമാധാനമില്ല, കാരണം അച്ഛന് ഒരു എന്റർടൈനിങ് അത് അച്ഛന് കിട്ടണില്ല, എനിക്കാണെങ്കിൽ ഒരു പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ കിട്ടണില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഞാൻ ഒരു സൊല്യൂഷൻ കണ്ടെത്തി. ഈ റൂമാണെങ്കിൽ ഫുൾ ഒരു സ്റ്റോറേജ് റൂമുള്ള സെറ്റപ്പിലായിരിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഇതൊക്കെ എടുത്ത് വൃത്തിയാക്കി എന്റെ കാര്യങ്ങളൊക്കെ വെച്ച് എന്റേതായ രീതിക്ക് ഞാനിത് ഭംഗിയാക്കി വെച്ചു. കാരണം എനിക്ക് ഒരു നല്ല ഭംഗിയുള്ള എനിക്ക് പിങ്ക് ആ കളറൊക്കെ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞാൻ കുറച്ച് ഈ റൂം പിന്നെ ഞാൻ എന്റെ ഒരു എൻവയോൺമെന്റ് ആക്കി. ലൈക്ക് ഇത് എന്റെ ഒരു സേഫ് ആൻഡ് ഹാപ്പി, ഇത് എന്റേതായ സ്പേസ് ആണ്. ഇവിടെ എനിക്ക് അധികം ശബ്ദം വരെ അല്ലെങ്കിൽ എനിക്ക് ഒരു ശല്യോ ഒന്നുമില്ല. ലൈക്ക് ഐ ആം വെരി ഹാപ്പി ഇൻ ദിസ് സ്പേസ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങളുടെ വീട്ടിലോ അല്ലെങ്കിൽ നിങ്ങളുടെ എവിടെയെങ്കിലും ഒക്കെ നിങ്ങളുടെ എൻവയോൺമെന്റ് നിങ്ങൾക്ക് ഇഷ്ടമാണില്ലെങ്കിൽ ഫൈൻഡ് എ സ്പേസ്. നിങ്ങൾ ഫസ്റ്റ് തന്നെ നിങ്ങൾക്കൊരു നല്ല സ്പേസ് കണ്ടുപിടിക്കാം. അവിടെ നിന്നായിരിക്കും നിങ്ങളുടെ ഗ്രോത്ത് തുടങ്ങാൻ പോകുന്നത്. താഴെ ഉണ്ടായിരുന്നപ്പോ എനിക്ക് എപ്പോഴും കോൺസ്റ്റന്റ് ടിവിയുടെ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ ഞാൻ ചിലപ്പോൾ പഠിക്കാതിരിക്കും. അപ്പൊ ഈ TV വെക്കുമ്പോൾ തന്നെ ചിലപ്പോൾ ഞാൻ ബുക്ക് അടച്ചു വെക്കും, കാരണം എനിക്ക് ഈ ശബ്ദം കൊണ്ട് പഠിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ പിന്നെ അച്ഛൻ്റെ അടുത്ത് തല്ലുകൂടേണ്ടി വരും. അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ബുക്ക് അടച്ചു വെക്കും. അപ്പൊ എന്റെ ഒരു പ്രൊഡക്റ്റീവ് ടൈമാണ് അത് ലൂസ് ആവണേ. പക്ഷെ മോളിക്ക് വന്നപ്പോ എന്താ, എനിക്ക് ശബ്ദം കേൾക്കണമൊന്നും കേൾക്കണം, എനിക്ക് എന്റെ കാര്യം ഇപ്പൊ ബുക്ക് തുറന്നു വെച്ച് ഞാൻ പഠിക്കുകയാണെങ്കിൽ എനിക്ക് അത് തന്നെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. എനിക്ക് ഓരോരുത്തരുടെ സ്കെഡ്യൂൾ നോക്കണ്ട, ഇന്ന ടൈമിൽ ഇപ്പൊ TV വെക്കും. അപ്പൊ അങ്ങനെ എനിക്ക് നോക്കേണ്ട ആവശ്യമില്ല. എനിക്ക് ഏത് സമയത്ത് എനിക്ക് ഇഷ്ടമുള്ള സമയത്ത് എനിക്ക് പഠിക്കാം, എനിക്ക് ഇഷ്ടമുള്ള സമയത്തിന്റെ കാര്യങ്ങൾ ചെയ്യാം. അപ്പൊ അങ്ങനത്തെ ഒരു സേഫ് എൻവയോൺമെന്റ് പറ്റാവുന്ന വെച്ചാൽ ഉണ്ടാക്കാം. ലൈക്ക് അതായിരിക്കും നിങ്ങൾക്ക് കുറച്ചുകൂടി ഈസി വേ. സോ ചൂസ് ദ എൻവയോൺമെന്റ് ദാറ്റ്സ് ഗോണ ഷേപ്പ് യു. നിങ്ങൾക്കൊരു പുതിയ ഹാബിറ്റ് തുടങ്ങാനായിട്ട് മടിയാണെങ്കിൽ നിങ്ങൾ നോക്കുക നിങ്ങളുടെ എൻവയോൺമെന്റ്, നിങ്ങളുടെ സ്പേസ് ഒക്കെ എങ്ങനെയാണ് ഫസ്റ്റ് ഒബ്സർവ് ചെയ്യുക. ജസ്റ്റ് മേക്ക് ഷുവർ ദാറ്റ് നിങ്ങളുടെ എൻവയോൺമെന്റ് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ, അതോ അത് നിങ്ങൾക്ക് ടോക്സിക് ആണെന്ന് മേക്ക് ഷുവർ ചെയ്യുക. ടോക്സിക് ആണെങ്കിൽ ചൂസ് ഡിഫറെന്റ് എൻവയോൺമെന്റ് ഇഫ് പോസിബിൾ. നിങ്ങൾക്ക് പറ്റാവുന്ന വെച്ചാൽ അതിനൊക്കെ നിങ്ങൾ തന്നെ നിങ്ങളുടെ സൊല്യൂഷൻസ് കണ്ടെത്തും. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻസ്പയർഡ് ആവാൻ പറ്റും. ഇപ്പൊ എന്റെ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇൻസ്പയർഡ് ആവാൻ പറ്റും. പക്ഷെ നിങ്ങളുടെ കാര്യത്തിലേക്ക് നിങ്ങളുടെ ലൈഫിൽ ഇത് എടുക്കുമ്പോൾ ഈ സെയിം മെത്തേഡ് നിങ്ങൾക്ക് അഡോപ്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം നിങ്ങളുടെ ടൈം വരാ, നിങ്ങളുടെ സിറ്റുവേഷൻസ് വരാം, നിങ്ങളുടെ വീട് വരാം, നിങ്ങളുടെ ആൾക്കാർ വരാം. സോ നിങ്ങളുടെ സൊല്യൂഷൻസ് ഒക്കെ നമ്മൾ സ്വയം കണ്ടെത്തുന്നതാണ്. അപ്പോഴാണ് നമ്മുടെ സ്റ്റോറി ആവുള്ളൂ. ലൈക്ക് നമുക്ക് വേണമെങ്കിൽ ഒരാളുടെ ലൈഫിൽ നമുക്ക് ഇൻസ്പയർ ആവാം, ബട്ട് ഫുള്ളി നമുക്കത് അഡോപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ടിപ്സ് ചോദിക്കാം, ബട്ട് ഫുള്ളി നിങ്ങളുടെ ലൈഫിൽ ചിലപ്പോൾ ആ ടിപ്സ് മൊത്തം അഡോപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അത് നിങ്ങൾ തന്നെ കണ്ടുപിടിക്കണം. നിങ്ങൾക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നത്. യു ഗോട്ട് ബ്രെയിൻ റൈറ്റ്, അപ്പൊ ആ ബ്രെയിൻ യൂസ് ചെയ്യാൻ നോക്കാം. നിങ്ങളുടെ നിങ്ങൾക്ക് എന്ത് രീതിക്ക് ആവണം, എന്ത് പീസ് വേണമെങ്കിൽ പീസ് ആവാനായിട്ടുള്ള എന്തൊക്കെ സ്റ്റെപ്സ് ചൂസ് ചെയ്യണം, അതൊക്കെ നമുക്ക് ഇന്റർനെറ്റിലോ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്യാൻ പറ്റും. ബട്ട് അത് അഡാപ്റ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ തന്നെ അഡാപ്റ്റ് ചെയ്യണം. അത് സ്മൂത്ത്ലി നിങ്ങളുടെ ലൈഫിലേക്ക് അത് പ്രാക്ടീസ് ചെയ്തെടുക്കണമെങ്കിൽ അത് നിങ്ങൾ തന്നെ കണ്ടെത്തണം. അത് എങ്ങനെ സ്മൂത്ത് ആക്കാം എന്നുള്ളതൊക്കെ നമുക്ക് ജസ്റ്റ് ഇൻസ്പയർഡ് ആവാനേ പറ്റൂ. Part 2 is toxic environment slows your growth. 101 essay Brianna West പറഞ്ഞിട്ടുണ്ട്, people don't change because they are corrected, people change because they are seen, learned and accepted. ഒരു ടോക്സിക് എൻവയോൺമെന്റ് ഉണ്ടാവുമ്പോൾ നമ്മുടെ ഫുൾ സെൽഫ് വെർത്ത് തന്നെ ക്വസ്റ്റ്യൻ ചെയ്യും. ഫോർ എക്സാമ്പിൾ, എനിക്കൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു ആൻഡ് ഹി സെഡ് ദാറ്റ് ഐ ഡോണ്ട് ഹാവ് എനി ടാലൻസ്. ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഹി ലിറ്ററലി സെഡ് ടു മൈ ഫേസ് ദാറ്റ് ഐ ആം സംവൺ ഹു ഡസന്റ് ഹാവ് എനി ടാലൻസ്. ഓക്കെ, ആൻഡ് ഞാനാണെങ്കിൽ ഇത് ലിറ്ററലി ബിലീവ് ചെയ്തു. ബിക്കോസ് ഞാൻ ആക്ച്വലി ഭയങ്കര ഡൗൺ ഫേസിലായിരുന്നു ആൻഡ് ഐ ഡോണ്ട് വാണ്ട് ടു ഡു എനിത്തിങ്. ഹാബിറ്റ്സ് ഒന്നും എന്താന്ന് പോലും എനിക്കറിയില്ല. പിന്നെ എനിക്ക് കുറച്ച് ഇപ്പൊ ഡാൻസ് കളിക്കാനൊക്കെ എനിക്ക് അറിയായിരുന്നു, ബട്ട് ഞാൻ കോളേജിൽ വെച്ച് ഒരു പരിപാടിക്കും പോയിട്ടില്ല. ലൈക്ക് ലിറ്ററലി ഒരു ഡൗൺ ഫേസ് ആയിരുന്നു എനിക്ക് കോളേജ് ലൈഫ് എന്ന് പറയുമ്പോൾ. അപ്പൊ ടാലന്റ് ഇല്ലാന്ന് എന്നോട് പറഞ്ഞപ്പോൾ ഞാനത് വിശ്വസിച്ചു. ബട്ട് ആക്ച്വലി എനിക്ക് ടാലന്റ് ഉണ്ട്, നല്ലോണം പഠിക്കണ ഒരു കുട്ടിയായിരുന്നു. എനിക്ക് 10th-ലായാലും +2-ലായാലും ഒക്കെ നല്ല മാർക്സ് ഉണ്ടായിരുന്നു. ബട്ട് ഒരു ചെറിയൊരു ഫേസ് ഒക്കെ എത്തിയപ്പോൾ ഐ വാസ് സോ കൺഫ്യൂസ്ഡ് ആൻഡ് ഫുൾ കൺഫ്യൂഷൻ, ക്ലൂലെസ്. ആ ഒരു ടൈം ഗ്യാപ്പിൽ
ഞാൻ എന്റെ ടാലൻസും എന്റെ ഗ്രോത്ത് ഒക്കെ പാടത്തോട്ടായിരുന്നു. ഇവിടെ നിന്ന് പോയിട്ട് തിങ്ങിയിരുന്നു കർവ്. ഓക്കെ, അപ്പൊ ഞാൻ അത് ലിറ്ററലി ബിലീവ് ചെയ്തു. ആൻഡ് ഐ ഓൾസോ, ഞാൻ എപ്പോഴും എന്നെ കാണുമ്പോൾ തന്നെ ഐ ഡോണ്ട് ഹാവ് എനിത്തിങ്, ലൈക്ക് ഐ എം സ്റ്റുപ്പിഡ്, ഐ എം വർത്ത്ലെസ്, ഐ എം ഡം പേഴ്സൺ. ഞാൻ ഫുള്ള് എന്നെ തന്നെ ഞാൻ ഇങ്ങനെയാണ് പോർട്രേ ചെയ്യണ്ടായിരുന്നത്. ഇപ്പൊ ചിലപ്പോ പുറത്തു നോക്കുക ആൾക്കാർ യു ലുക്ക് ബ്യൂട്ടിഫുൾ എന്നൊക്കെ പറയുമ്പോ ഞാനിങ്ങനെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുക, സീരിയസ്ലി ഐ ഡു ലുക്ക് ബ്യൂട്ടിഫുൾ? കാരണം എനിക്ക്, ഫോർ മീ, ഐ ആം നോട്ട് ഈവൻ, എനിക്കറിയില്ല, ഫോർ മീ ഐ എം നോട്ട് എ ബ്യൂട്ടിഫുൾ പേഴ്സൺ, ബിക്കോസ് ഞാൻ എന്നെ തന്നെ ഭയങ്കരമായിട്ട് ലോ ആയിട്ട് കണ്ടായിരുന്നു. കൂടാണ്ട് ഞാൻ ഹാങ് ഔട്ട് ചെയ്യുന്നതൊക്കെ ഈ പറയണ ഈ പേഴ്സന്റെ കൂടെയാണ്. അപ്പൊ ഇവൻ ആണെങ്കിൽ എന്നെ ടാലന്റ് ഇല്ല എന്നൊക്കെ ഓൾറെഡി വിളിക്കാം. അപ്പൊ അതുപോലെ തന്നെ എനിക്ക് കുറെ ഞാൻ അതുപോലെ ഇതുപോലെ എന്നൊക്കെ എപ്പോഴും കോൺസ്റ്റന്റ്ലി പറയുന്ന ഒരു ടൈപ്പാണ്. അപ്പൊ ഇതിന്റെ കൂടെയാണ് ഞാൻ കൂടുതലും എന്താ പറയാ കോളേജ് ലൈഫ് പോയിക്കണം. അപ്പൊ സോ ഇത് കേട്ട് ലൈക്ക് ലിറ്ററലി ഐ ജസ്റ്റ് ബിലീവ്ഡ് ദാറ്റ് ഓക്കെ, ഞാൻ വർത്ത്ലെസ് ആണ്, ടാലന്റ് ഇല്ല, ഐ ഡോണ്ട് ലവ് മൈ സെൽഫ്, ആ രീതിക്കൊക്കെ ഞാൻ ബിലീവ് ചെയ്ത് ഞാൻ അതാന്ന് വരെ വിചാരിച്ച് പോവായിരുന്നു. ഓൾറെഡി കോളേജ് എന്ന് പറയുന്നത് ഒരു ടോക്സിക് എൻവയോൺമെന്റ് ആണ്. പിന്നെ അത് കൂടാണ്ട് ഞാൻ ഹാങ് ഔട്ട് ചെയ്ത ആൾക്കാരും ടോക്സിക് ആയിരുന്നു എനിക്ക് പേഴ്സണലി. സോ ഗ്രോത്ത് എന്ന് പറയുന്ന സാധനം ഇറ്റ്സ് ഇമ്പോസിബിൾ, റൈറ്റ്? അപ്പൊ ഞാൻ എന്റെ പഠിപ്പ് ഒക്കെ ഫുൾ ഡൗൺ ആയിരുന്നു. ആൻഡ് ഇറ്റ് ടുക്ക് മീ 3rd and 4th year ടു ചേഞ്ച് ദാറ്റ്. ഓക്കെ, ഞാനത് ചേഞ്ച് ആക്കി തന്നെ 4th ഇയറിലാണ് എനിക്ക് മനസ്സിലായി ഇത് എനിക്ക് ഇങ്ങനെ പറ്റില്ല, എനിക്കിത് ചേഞ്ച് ആവണം എന്നുള്ളൊരു ബോധം ലൈക്ക് ലിറ്ററലി വന്നത്. അത്രത്തോളം മെസ്ഡ് ആൻഡ് അബ്യൂസ്ഡ് ആക്കി എന്നെ വെച്ചിട്ട് എനിക്ക് ആ ബോധം വന്നത് ആ സമയത്തായിരുന്നു. പിന്നെ ഞാൻ ഒന്നും നോക്കില്ല, ജസ്റ്റ് ഐ സ്റ്റാർട്ടഡ് ടു സ്റ്റഡി, ഐ സ്റ്റാർട്ടഡ് ടു ഗെറ്റ് മൈ ഗ്രേഡ്സ് ബാക്ക്. എല്ലാം ഞാൻ ലിറ്ററലി ആ ഒരു വർഷം കൊണ്ടാണ് ചെയ്തത്. ഭയങ്കര ഡീമോട്ടിവേറ്റഡ് ആണ്, നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ നിങ്ങൾ ഒരു ആൾ കോൺസ്റ്റന്റ്ലി നീ പോരാ, നീ വർത്ത്ലെസ് ആണ്. ഇപ്പൊ നിങ്ങളുടെ പാരന്റ്സോ അല്ലെങ്കിൽ നിങ്ങളുടെ സിബ്ലിങ്സോ അല്ലെങ്കിൽ നിങ്ങളുടെ ബോയ് ഫ്രണ്ട്സോ ഗേൾ ഫ്രണ്ട്സോ ആരെങ്കിലൊക്കെ നിങ്ങൾ ഇങ്ങനെ വർത്ത്ലെസ് ആക്കുന്നുണ്ടെങ്കിൽ ലീവ് ദാറ്റ് പേഴ്സൺ. ഓക്കെ, നമുക്ക് പാരന്റ്സിന് ലീവ് ചെയ്യാൻ പറ്റില്ല, ബട്ട് ഇഗ്നോർ ദം, അത്രയും നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ആൻഡ് ടേക്ക് യുവർ ഓൺ റെസ്പോൺസിബിലിറ്റി. നിങ്ങൾ നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി എടുത്തിട്ട് നിങ്ങൾ നിങ്ങളുടെ സ്പേസ് ഒക്കെ നോക്കുക, എൻവയോൺമെന്റ് ചേഞ്ച് ആക്കാൻ, നിങ്ങൾ നിങ്ങളുടെ ഗ്രോത്ത് നിങ്ങൾ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. റിലേറ്റീവ്സിന്റെ കാര്യം നിങ്ങൾക്ക് പറയണ്ടല്ലോ. വി ഹാവ്, നമുക്ക് മിക്കവർക്കും ടോക്സിക് റിലേറ്റീവ്സ് ഒക്കെ ഉണ്ട്. സോ ഇവരെ വിസിറ്റ് ചെയ്യണ ആ കാര്യമില്ല, ഇവരെ കാണാൻ പോണതും അതൊക്കെ ഒന്ന് കുറയ്ക്കുക. ബിക്കോസ് നമുക്ക് നല്ലൊരു മെന്റൽ പീസ് തരും. ഇവരെ നേരെ കാണാൻ പോണത് നമുക്ക് ലിറ്ററലി നമ്മുടെ എനർജി ഡ്രെയിൻ ആക്കാനും ചെയ്യാം. അപ്പൊ എന്റെ ചുറ്റും ഒരു ടോക്സിക് റിലേറ്റീവ്സ് ആണ് എനിക്കുള്ളത്. അതെനിക്ക് മനസ്സിലായത് ഇപ്പൊ ലൈക്ക് ഈ ടൈമിലൊക്കെ തന്നെയാണ് അതെനിക്ക് മനസ്സിലായത്. സോ ഐ സ്റ്റോപ്പ് ഗോയിങ് ദാറ്റ്. എനിക്ക് ഇവരെ ഒന്നും കാണുന്നത് താല്പര്യമില്ല. ആൻഡ് ഇറ്റ് ഡസ് ക്രിയേറ്റ് എ ഗുഡ് മെന്റൽ പീസ്. ഓക്കെ, ഞാൻ ഐ എം നോട്ട് ടെല്ലിങ് ദാറ്റ് ടു സ്റ്റോപ്പ് ടോക്കിംഗ് ടു എവ്രി വൺ, ബട്ട് ഈ മെന്റൽ പീസ് അല്ലെങ്കിൽ നിങ്ങളെ ഹേർട്ട് ആക്കുന്ന ആൾക്കാരുടെ അടുത്ത് അവരുടെ എക്സിസ്റ്റൻസ് ഇഗ്നോർ ആക്കുന്നതായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും നല്ലത്. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നിങ്ങളിപ്പോ ഒരു ഗുഡ് ഹാബിറ്റിലൊക്കെ കടന്നു വിചാരിക്കും, നിങ്ങൾ ഇപ്പൊ നല്ല എക്സസൈസ് ഒക്കെ ചെയ്യാൻ, മെഡിറ്റേറ്റ് ഒക്കെ ചെയ്യാൻ നോക്കി. അപ്പൊ നിങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ടാവും നിങ്ങൾക്ക് ടോക്സിക് ആയിട്ടുള്ള ആൾക്കാർ, ഇതൊന്നും ചെയ്യാത്ത ആൾക്കാർ, ഇവരൊക്കെ നിങ്ങളെ കളിയാക്കും ഇതൊക്കെ ചെയ്യണേന്. ബിക്കോസ് ഇവർക്ക് ഇതൊന്നും ഫെമിലിയർ അല്ല. അപ്പൊ ഇവര് ഇത് നോക്കുമ്പോ ഇതൊക്കെ എന്തിട്ട് കാണിച്ചു കൂട്ടണേന്നൊക്കെ വേണമെങ്കിൽ ചോദിക്കും. ബട്ട് ഇഗ്നോർ ദം. ഓക്കെ, നമ്മള് നമ്മുടെ ബെറ്റർ വേർഷനിലേക്ക് ആവാനാണ് നോക്കുന്നത്. സോ ഇഗ്നോർ ദ ഫാക്ട് ദാറ്റ് ദേ എക്സിസ്റ്റ് ദെയർ. ഇപ്പൊ എന്റെ അടുത്ത് നിനക്ക് ടാലന്റ് ഇല്ല എന്നൊക്കെ പറഞ്ഞ് എന്റെ അടുത്ത് ഒരാൾ പറയാന്ന് വിചാരിക്കും, ഐ വിൽ ജസ്റ്റ് സ്മൈൽ ആൻഡ് തിങ്ക് ഇൻ മൈ ബ്രെയിൻ ലൈക്ക് വാട്ട് എ ഡം പേഴ്സൺ ഹി ഈസ്, ലൈക്ക് ഇറ്റ് സക്സ് ടു ബി ഹിം എന്ന് ഞാൻ വിചാരിക്കും. ബിക്കോസ് nobody can tell me that I'm talentless and nobody can tell me that I'm worthless, because അത്രത്തോളം വർക്ക് ഞാൻ എന്നെ തന്നെ ചെയ്യുന്നുണ്ട്. സോ ഐ നോ ഓൾറെഡി വാട്ട് ഐ ആം. ഇതൊക്കെ ഞാൻ കേട്ടത് ബിക്കോസ് ഐ ഡിഡ്ന്റ് നോ വാട്ട് ഐ ആം. ഓക്കെ, നൗ ഇപ്പൊ ഞാൻ എന്റെ ഹാബിറ്റ്സിലും എന്റെ കാര്യത്തിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ എനിക്ക് ബിയോണ്ട് ദ നോയ്സ് ഐ ഹാവ് എ ക്ലിയർ വിഷൻ അബൌട്ട് മൈ സെൽഫ്. അപ്പൊ അത് കാരണം ഐ ഡോണ്ട് ഈവൻ ഹാവ് ടു ഡൗട്ട് ഓർ ഐ ഡോണ്ട് ഈവൻ ഹാവ് ടു ആസ്ക് to myself that am I worthy, like എനിക്കത് ചോദിക്കേണ്ട ആവശ്യമില്ല, ബിക്കോസ് ഐ ആം worthy of everything. ഓക്കെ, അപ്പം ഇപ്പൊ എന്റെ അടുത്ത കാര്യങ്ങൾ വന്ന് ചോദിക്കുകയാണെങ്കിൽ ലിറ്ററലി എനിക്കറിയില്ല ഞാൻ എന്താ ചെയ്യാൻ പോണെന്ന്. എന്റെ അടുത്ത് ആരും ചോദിക്കാൻ വരാണ്ടിരിക്കുന്നതായിരിക്കും ആൾക്കാർക്ക് നല്ലത്. പാർട്ട് 3 is don't wait for the magic, you are the magic. എനിക്കറിയാം എല്ലാവർക്കും ഷോർട്ട് കട്ട്സ് ഇഷ്ടമാണെന്ന്. ഞാനും കുറെ ഷോർട്ട് കട്ട്സ് ഒക്കെ ട്രൈ ചെയ്തിട്ടാണ് എന്റെ ഓരോ ഹാബിറ്റ്സ് ഒക്കെ ഞാൻ അഡോപ്റ്റ് ചെയ്തേക്കണേ. ബട്ട് ദർ ആർ റിയലിസ്റ്റിക് ഷോർട്ട് കട്ട് ആൻഡ് ദർ ആർ അൺറിയലിസ്റ്റിക് ഷോർട്ട് കട്ട്. നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കറക്റ്റ് മനസ്സിലാക്കുന്നത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഫോർ എക്സാമ്പിൾ, വെയിറ്റ് ലോസിന്റെ കാര്യം എടുക്കാം നമുക്ക്. അത് കുറച്ചുകൂടി ഈസി ആണല്ലോ. അപ്പൊ ആൾക്കാർ കുറെ യൂട്യൂബ് ക്ലിക്ക് ബൈറ്റ് ടൈറ്റിലൊക്കെ വന്നിട്ടുണ്ട്, ലൈക്ക് ഈ വെള്ളം കുടിച്ചപ്പോൾ എന്റെ ഒരു 15-10 കിലോ 2 മാസം 3 മാസം കൊണ്ടൊക്കെ കുറഞ്ഞു, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ക്ലിക്ക് ബൈറ്റ് ടൈറ്റിലൊക്കെ കാണിക്കും. ഇത് വിശ്വസിക്കാൻ കുറെ ആൾക്കാരുണ്ട്. വെള്ളം കുടിച്ചോളാം. ഇപ്പൊ ഈ ടൈപ്പ് ഓഫ് വെള്ളം, ഈ ചൂട് വെള്ളം അല്ലെങ്കിൽ ഈ നാരങ്ങ എന്തൊക്കെ ഇട്ട് വെള്ളം കുടിച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് നിങ്ങൾ വണ്ണം കുറയാൻ പാടില്ല. ഈ വെള്ളം ഈ ഡയറ്റ് ഒക്കെ ചെയ്യുന്നതൊക്കെ നമുക്ക് ഡൈജഷൻ അല്ലെങ്കിൽ ഗട്ട് ഹെൽത്തിന് നല്ലതാണ്.
ഈ ഗട്ട് ഹെൽത്ത് നന്നായാൽ തന്നെ നമുക്ക് വെയിറ്റ് ലോസിന് ഹെൽപ്പ് ചെയ്യാനായിട്ട് ഒരു ചെറിയ ഫാക്ടർ മാത്രമാണിത്. ഓക്കെ, നമ്മുടെ വയറിലത്തെ ആ സ്റ്റബേൺ ആയിട്ടിരിക്കുന്ന ഫാറ്റ് എങ്ങനെയാണ് ഈ വെള്ളം കുറയ്ക്കാൻ പാടുന്നത്? ഈ വെള്ളം വന്നിട്ട് വയറ്റിൽ കുത്തി ഈ ഫാറ്റ് കുത്തി കുത്തി എടുക്കുമോ? ഇതെങ്ങനെയാണ് ഈ സംഭവം വർക്കാണ്? വേർ ഇസ് ദ സയൻസ്? അപ്പൊ നിങ്ങൾക്ക് ബ്രെയിൻ ഉണ്ട്, വി സ്റ്റഡിഡ് സയൻസ്, റൈറ്റ്? ഇപ്പൊ നിങ്ങൾ സയൻസ് സ്റ്റുഡന്റ് അല്ലെങ്കിൽ തന്നെ നമ്മൾ 10ാം ക്ലാസ് വരെ സയൻസ് പഠിച്ചിട്ടുണ്ട്. സോ യൂസ് യുവർ ബ്രെയിൻ. ഓക്കെ, ഈ ആൾക്കാർ ക്ലിക്ക് ബൈ ടൈറ്റിലൊക്കെ വെക്കുമ്പോൾ ജസ്റ്റ് യൂസ് യുവർ ബ്രെയിൻ. ഈ വെള്ളം കുടിച്ചോണ്ട് നിങ്ങൾ വണ്ണം കുറയാൻ പോണില്ല. യു ഹാവ് ടു മൂവ് യുവർ ബോഡി, ദാറ്റ് ഇസ് ഇമ്പോർട്ടന്റ് പാർട്ട് ഓഫ് യുവർ ലൈഫ്. ഈ വെള്ളം കുടിച്ചിട്ട് നിങ്ങൾ വണ്ണം കുറയ്ക്കാന്ന് പറയുന്നത് അൺറിയലിസ്റ്റിക് ഷോർട്ട് കട്ട് ആണ്. ഇത് നിങ്ങളിപ്പോ യൂട്യൂബിൽ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് അവർക്ക് യൂസ് കൂട്ടാനേ സഹായിക്കുള്ളൂ, അല്ലാണ്ട് അത് നിങ്ങൾക്ക് വണ്ണം കുറയ്ക്കാൻ എന്തായാലും ഹെൽപ്പ് ചെയ്യാൻ പോണില്ല. നിങ്ങൾക്ക് വെയിറ്റ് കുറയ്ക്കണം, അതിന് റിയലിസ്റ്റിക് ഷോർട്ട് കട്ട് ഉണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഡെയിലി 20 minutes എക്സസൈസ് ചെയ്യാം. അതൊരു ഷോർട്ട് കട്ട് ആണ്, ബിക്കോസ് 20 minutes അല്ല ചെയ്യണ്ടു, 1 hour ഒന്നും ചെയ്യണ്ട. ഡെയിലി 20 minutes ചെയ്യാം, 10K steps ചെയ്യാം. അതിന്റെ കൂടെ നമുക്ക് ഡയറ്റും കൂടി ഇത് കമ്പൈൻ ചെയ്യുമ്പോഴാണ് നമ്മൾ വെയിറ്റ് ലോസ് ആവുക. അല്ലാണ്ട് ഒരു പെർട്ടിക്കുലർ വെള്ളം കുടിച്ചോണ്ട് മാത്രം നമ്മൾ വെയിറ്റ് ലോസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഈ വെയിറ്റ് ലോസ് ഡ്രിങ്ക് ആക്ച്വലി അതൊരു വെയിറ്റ് ലോസ് ഡ്രിങ്ക് എന്നല്ല, അതെങ്ങനെയാണ് വെയിറ്റ് കുറയാൻ എനിക്ക് മനസ്സിലാവണില്ല. ഇറ്റ് ജസ്റ്റ് ഹെൽപ്പ് യു ടു ക്ലീൻ യുവർ ഗട്ട്. നിങ്ങൾക്ക് ഡൈജഷൻ നല്ലോണം പ്രോപ്പർലി നടക്കാൻ വേണ്ടിയിട്ടാണ് ഈ വക കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യണം. സ്റ്റോപ്പ് ആസ്കിങ് മീ അബൌട്ട് ദിസ് വെയിറ്റ് ലോസ് ഡ്രിങ്ക്, ബിക്കോസ് വെയിറ്റ് ലോസ് ഡ്രിങ്ക് വോണ്ട് ഹെൽപ്പ് യു ടു ലൂസ് വെയിറ്റ്. നിങ്ങൾ എന്നോട് ചോദിച്ചു വാഷ് ചെയ്ത് കഴിഞ്ഞാൽ ഫേസ് ഫാറ്റ് കുറയുമെന്ന്. സി, നമ്മൾ ഫുള്ളി ബോഡി ഫാറ്റ് കുറയുമ്പോൾ തന്നെ നമ്മുടെ ഫേസ് ഫാറ്റ് കുറയും. വാഷ് ചെയ്യുമ്പോൾ കുറച്ചുകൂടി ഡിഫൈൻ ആവും. ലൈക്ക് ഇറ്റ്സ് എ കോമ്പിനേഷൻ. ഓക്കെ, നമ്മൾ വെയിറ്റ് കുറയുമ്പോൾ തന്നെ നമ്മുടെ ഫുൾ ബോഡി വെയിറ്റ് കുറയും. ബട്ട് ഇതൊരു കോമ്പിനേഷൻ ആണ്. വാഷ് ചെയ്യുമ്പോൾ ഈ പെർട്ടിക്കുലർ ഇപ്പൊ ഫേസിൽ നമ്മൾ എക്സസൈസ് ഒന്നും ചെയ്യണില്ലല്ലോ, ബോഡിക്കല്ല എക്സസൈസ് ചെയ്യണേ. അപ്പൊ ഈ ഫേസ് ഒന്ന് സ്കൾപ്ചറിലൂടെ കണ്ടിട്ടുണ്ടോ? ബോഡി കുറവാണെങ്കിലും ബോഡി അധികം വണ്ണല്ലെങ്കിലും ലൈക്ക് ഫേസ് ഫാറ്റ് നല്ലോണം വീർത്തൊക്കെ ഇരിക്കാം. അപ്പൊ അവർക്ക് ലൈക്ക് അതിനൊക്കെ ഫേസ് എക്സസൈസ് ചെയ്യാനായിട്ട് നമുക്ക് വാഷ്, അതൊരു കോമ്പിനേഷൻ ആണ്, അല്ലാണ്ട് ഇത് ചെയ്തുകൊണ്ട് മാത്രം വണ്ണം കുറയൊന്നുമില്ല. ഓക്കെ, അപ്പൊ ഇത് കമ്പൈൻ ചെയ്യാനായിട്ട് പഠിക്കുക. അപ്പൊ അതാണ് റിയലിസ്റ്റിക് ഷോർട്ട് കട്ട് എന്ന് പറയുന്നത്. അതാണ് ഷോർട്ട് കട്ട്. ലൈക്ക് അതിലും വിട്ട് കുറവുള്ള ഷോർട്ട് കട്ടിൽ നിങ്ങൾക്ക് മടി പിടിച്ചിട്ട് വെള്ളം കുടിച്ചുകൊണ്ട് ഈ ഡയറ്റ് ചെയ്തുകൊണ്ട് മാത്രം നിങ്ങൾ വണ്ണം കുറയാൻ പോണില്ല. ഓക്കെ, പിന്നെ പട്ടിണി കിടന്നിട്ടുള്ള വണ്ണം കുറയ്ക്കലും അത് അത്ര നല്ലതല്ല. ഞാൻ പിന്നെ കണ്ടിട്ടുണ്ട് എന്റെ റിലേറ്റീവ് ഷുഗറിന്റെ ഗുളികയൊക്കെ കഴിച്ചിട്ട് വണ്ണം കുറയ്ക്കാൻ നോക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ലൈക്ക് അതിനൊക്കെ സൈഡ് എഫക്ട്സ് ഉണ്ട്. ഈ ഷുഗറിന്റെ ഗുളിക കഴിക്കുകയാണെങ്കിൽ നമ്മൾ വണ്ണം കുറയും, ബട്ട് ഇറ്റ് ഹാസ് എ ലോട്ട് ഓഫ് സൈഡ് എഫക്ട്സ്. ഓക്കെ, അപ്പൊ ഇങ്ങനത്തെ അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള ഷോർട്ട് കട്ട്സിന്റെ പിന്നാലെ പോകാണ്ട് സസ്റ്റൈനബിൾ ആയിട്ടുള്ള റിയലിസ്റ്റിക് ഷോർട്ട് കട്ടിന്റെ പിന്നാലെ പോകുമ്പോൾ നമുക്ക് അതിന്റേതായ റിസൾട്ട്സ് കിട്ടും. അപ്പൊ അതുപോലെ തന്നെയാണ് നിങ്ങളുടെ ഹാബിറ്റ്സും വെയിറ്റ് ലോസും അല്ലെങ്കിൽ മെന്റൽ ഹെൽത്തിന്റെ കാര്യങ്ങളൊക്കെ. സോ യു ഷുഡ് വർക്ക് ഓൺ യുവർ സെൽഫ്. സോ നിങ്ങൾക്ക് ഇൻസ്പിറേഷനും മോട്ടിവേഷനും ഒക്കെ പല വീഡിയോസിൽ നിന്നും കുറെ ആൾക്കാരുടെ നിന്നൊക്കെ നമുക്ക് എടുക്കാൻ പറ്റും. ബട്ട് അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ അത് നിങ്ങളുടെ ലൈഫാണ്, നിങ്ങളുടെ സറൗണ്ടിങ്സ് ആണ്, നിങ്ങളുടെ എൻവയോൺമെന്റ് ആണ്, നിങ്ങളുടെ പീപ്പിൾ ആണ്. നിങ്ങൾക്ക് അറിയൂ ആ പീപ്പിളുടെ ക്യാരക്ടർ ഒക്കെ എങ്ങനെയാണ്. സോ യു ഹാവ് ടു ഫിഗർ ഇറ്റ് ഔട്ട് ആൻഡ് സ്ട്രാറ്റജൈസ്. എങ്ങനെ ഇത് പ്ലാൻ ചെയ്യാം, എങ്ങനെ ഞാൻ ടോക്സിക് ആൾക്കാരൊക്കെ മാറ്റി നിർത്താം എന്നുള്ളത് അത് നിങ്ങളുടെ സ്റ്റോറിയാണ്. സോ യു ഹാവ് ടു വർക്ക് ഓൺ യുവർ സെൽഫ്. അതാണ് ഞാൻ എപ്പോഴും പറയുന്നത്, യു ആർ ദ മാജിക്, ബിക്കോസ് യു ക്യാൻ ക്രിയേറ്റ് യുവർ ഓൺ റിയാലിറ്റി. നിങ്ങൾക്ക് നിങ്ങളുടെ റിയാലിറ്റി ഇഷ്ടമല്ലെങ്കിൽ ഈ റിയാലിറ്റി മാറ്റാനായിട്ട് വേറെ ആർക്കും പറ്റില്ല, അത് നിങ്ങൾക്ക് മാത്രമേ പറ്റുള്ളൂ. റിയലിസ്റ്റിക് ആൻഡ് അൺറിയലിസ്റ്റിക് ഷോർട്ട് കട്ടിൽ തന്നെ പഠിത്തം വരും. ഇപ്പൊ നിങ്ങൾക്ക് പഠിക്കാൻ മാത്സ് ഒന്നും ഇഷ്ടമല്ല എന്ന് വിചാരിക്കുക, അപ്പൊ നമ്മൾ കുറച്ചുകൂടി പൊമഡോറോ മെത്തേഡ്സ് അല്ലെങ്കിൽ അങ്ങനത്തെ എല്ലാ മെത്തേഡ്സ് ഒക്കെ വെച്ച് പഠിക്കുകയാണെങ്കിൽ നമുക്ക് അത് പഠിക്കാനായിട്ടുള്ള ഈസി ഫ്രിക്ഷൻ കുറയ്ക്കും. അപ്പൊ നമുക്ക് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും. ഇപ്പൊ എഞ്ചിനീയറിംഗ് സബ്ജക്റ്റിൽ കുറെ സബ്ജക്ട്സ് വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് കുറച്ച് മാർക്ക് സ്കോർ ചെയ്യണം. ഇപ്പൊ നിങ്ങൾക്ക് ഒരു തിയറി സബ്ജക്ട്സ് പഠിക്കാനാണ് ഇഷ്ടമുള്ള ഒരാളെന്ന് വെച്ചാൽ തിയറി ആയിട്ടുള്ള തിയറിറ്റിക്കൽ പേപ്പറിൽ മാക്സിമം ഗ്രേഡ്സ് മേടിക്കാനായിട്ടുള്ള ഓരോ ഓപ്പർച്യൂണിറ്റീസ് നോക്കാം. ലൈക്ക് ക്വസ്റ്റ്യൻ പ്രീവിയസ് ഇയേഴ്സ് ഒക്കെ സോൾവ് ചെയ്യാം. പിന്നെ മാത്തമാറ്റിക്കൽ നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ അതിന്റെ പ്രീവിയസ് ഇയേഴ്സ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സെയിം പാറ്റേൺ ആയിരിക്കും എല്ലാ ക്വസ്റ്റ്യൻസ് മിക്കതും വരുന്നത്. അപ്പൊ ആ രീതിക്കുള്ള പാറ്റേൺ ഒക്കെ സോൾവ് ചെയ്തൊക്കെയാണ് ഞാൻ 4th ഇയറിൽ ചെയ്തിട്ട് എനിക്ക് എന്റെ ഗ്രേഡ്സ് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റിയത് ഇങ്ങനെയൊക്കെ ചെയ്തിട്ടാണ്. സോ സ്മാർട്ട് വർക്ക് ഇസ് ദ മെയിൻ തിങ്. പിന്നെ ഒരു കാര്യം നിങ്ങൾ ഡീമോട്ടിവേറ്റഡ് ആക്കേണ്ടത് ഈ സോഷ്യൽ മീഡിയ കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാമിന്റെ അക്കൗണ്ട്, അധികം ഇൻസ്റ്റാഗ്രാം ഹാൻഡിൽ എന്റെ ഇതിൽ യൂട്യൂബിന്റെ ഡിസ്ക്രിപ്ഷനിൽ ഇടാത്തെന്ന് വെച്ചാൽ അതിൽ പ്രത്യേകിച്ച് അതിന് കിട്ടാനായിട്ട് നിങ്ങൾക്കൊന്നുമില്ല. ലൈക്ക് നിങ്ങൾക്ക് ഒരു പോസിറ്റീവ് വൈബ്സോ അല്ലെങ്കിൽ ഒന്നുമില്ല. അതെന്റെ പേഴ്സണൽ ഇൻസ്റ്റാഗ്രാം ആണ്. അപ്പോൾ അതിൽ പ്രത്യേകിച്ച് ഞാൻ ഒരു റീൽസോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ളത് ഒന്നും ഇടണില്ല. അതുകൊണ്ടാണ് ഞാൻ എന്റെ ഹാൻഡിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒന്ന് പ്രൊവൈഡ് ചെയ്യാത്തത്. ഇഫ് ഫ്യൂച്ചറിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ റീൽസ് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ളത് ചെയ്യുകയാണെങ്കിൽ ഒബ്വിയസ്ലി ഞാൻ അത് പ്രൊവൈഡ് ചെയ്യും. സോഷ്യൽ മീഡിയയിൽ എനിക്ക് ഇൻസ്റ്റാഗ്രാം എന്റെ സ്വന്തമായിട്ട് ഒരു അക്കൗണ്ട് ഉണ്ട്. ബട്ട് അതിൽ കൂടുതലും ഈ കുറെ ആൾക്കാരുടെ ലൈക്ക് ലിറ്ററലി ഷിറ്റാണ് അത് മൊത്തം. ലൈക്ക് റീൽസ് ഒക്കെ ഒരാവശ്യമില്ലാത്ത ഒരാൾക്കാരുടെ റീൽസ് ഒക്കെയാണ് അത് വരുന്നത്. ബട്ട് എനിക്കൊരു സെക്കൻഡ് അക്കൗണ്ട് ഉണ്ട്. അത് ഞാൻ പ്രത്യേകിച്ച് എനിക്ക് ഇഷ്ടമുള്ള കുറച്ച് പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ആൾക്കാരെ മാത്രം ഞാൻ ഫോളോ ചെയ്തിട്ട് അതാണ് ഞാൻ വെക്കിയത്. ഒരു സെക്കൻഡ് അക്കൗണ്ട് ആണ്. അപ്പൊ അതിൽ എനിക്ക് എന്തെങ്കിലും പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ആ അക്കൗണ്ട് ഞാൻ ചൂസ് ചെയ്തിട്ട് ഞാൻ ഭയങ്കര ചൂസി ആയിട്ടാണ് ആ അക്കൗണ്ടിൽ ഒരു ആവശ്യമില്ലാത്ത റീൽസ് ഒക്കെ വരുമ്പോൾ ഞാൻ അടുത്ത് റിപ്പോർട്ട് അല്ലെങ്കിൽ അൺഇൻട്രസ്റ്റഡ് അടിച്ച് കളയും. അപ്പൊ എനിക്ക് അതിൽ ഇപ്പൊ കാലത്ത് എനിക്ക് 10K സ്റ്റെപ്സ് നടക്കണം. അപ്പൊ ആ സമയത്ത് എനിക്ക് റീൽസ് കാണുന്ന വെച്ചാൽ ഞാൻ അക്കൗണ്ടിൽ നിന്നാണ് എടുത്ത് കാണാം. ബിക്കോസ് അതിൽ നിന്ന് എനിക്ക് പഠിക്കാൻ പറ്റും. സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ഒരു ഈവിൽ പ്ലേസ് അല്ല. അതിൽ നമുക്ക് കുറെ നല്ല നല്ല കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. ബട്ട് നമ്മളാണ് ഈവിൽ. അപ്പൊ വി ഹാവ് ടു ചൂസ്
ടു ഡു റൈറ്റ്. ഓക്കെ, അപ്പോൾ സോഷ്യൽ മീഡിയ നമ്മൾ നല്ല രീതിക്ക് എടുക്കുകയാണെങ്കിൽ ഇപ്പൊ അതിൽ നിന്ന് നമ്മൾ റീൽസ് കാണുമ്പോൾ അത് നമുക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള റീൽസ് നമ്മൾ കാണുന്ന വെച്ചാൽ പിന്നെ എന്താ പ്രശ്നം, കൺസ്യൂം ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോം ഫുൾ പ്രൊഡക്ടിവിറ്റിന്റെ പ്ലാറ്റ്ഫോം ആണെങ്കിൽ ഹെൽപ്സ് അസ് ടു ഗ്രോ. ഓക്കെ, അപ്പൊ കാലത്ത് തന്നെ എനിക്ക് ഇപ്പോൾ 10K സ്റ്റെപ്സ് നടക്കുമ്പോൾ ഇത് കണ്ടിട്ട് നടക്കുമ്പോൾ എനിക്ക് പോസിറ്റിവിറ്റി, പ്രൊഡക്ടിവിറ്റി അതിൻ്റെതായ രീതിക്കുള്ള വൈബ്സും കാര്യങ്ങളൊക്കെയാണ് അതിൽ നിന്ന് കിട്ടുന്നത്. പക്ഷെ എന്റെ മെയിൻ അക്കൗണ്ട് എടുത്തിട്ട് ഞാൻ കാണുകയാണെങ്കിൽ ഫുൾ എനിക്ക് നെഗറ്റീവായിട്ട് അടിക്കുക. ബിക്കോസ് അതിലൊക്കെ കുറെ ആൾക്കാർ അത് ഇതൊക്കെ പൊക്കിത്തരാം അങ്ങനെ ഇങ്ങനെ, അല്ലെങ്കിൽ അവിടെ പോയിട്ട് ഫോട്ടോഷൂട്ട് ഇവിടെ, ഇതൊന്നും എനിക്ക് കാണാനും താല്പര്യം, ഇതൊന്നും എനിക്ക് ഹെൽപ്പ് ചെയ്യുന്നില്ല. ഓക്കെ, അപ്പൊ നിങ്ങളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ട് ഒക്കെ ഒന്ന് ഡീടോക്സ് ആക്കുക. അതൊക്കെ ഒന്നില്ലെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന അക്കൗണ്ട് നിങ്ങൾക്ക് കൊണ്ട് മൊത്തത്തിൽ ഡീടോക്സ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഒരു സെക്കൻഡ് അക്കൗണ്ട് ഉണ്ടാക്കുക. അപ്പൊ അതിൽ കൂടുതൽ നിങ്ങൾ നിങ്ങളുടെ ടൈം സ്പെൻഡ് ചെയ്യുക, അതിൽ നിങ്ങൾക്ക് നിങ്ങളുടെ രീതിക്കുള്ള പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഒരു സോഷ്യൽ മീഡിയ ആക്കുക. പിന്നെ ആവശ്യമില്ലാത്ത ആൾക്കാരെ, ഇപ്പോൾ അനാവശ്യമായ ആൾക്കാരെ അൺഫോളോ ചെയ്ത് കളയാം. നിങ്ങൾക്ക് മോട്ടിവേറ്റ് ചെയ്യാത്ത ആൾക്കാരെ ഒക്കെയാണെങ്കിൽ പിന്നെ എന്തിനും ഇവർ ഫോളോ ചെയ്തിട്ട് കാര്യം, സോ അവരെ അൺഫോളോ ചെയ്ത് കളയാം. നിങ്ങളുടെ മൈൻഡ് ഒക്കെ എപ്പോഴും പീസ്ഫുൾ ആക്കി വെക്കുന്ന ആൾക്കാരെ മാത്രം ഫോളോ ചെയ്യുക. ഇപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ചില ഫ്രണ്ട്സിനൊന്നും ഇഷ്ടമല്ല, ബട്ട് ഇവരുടെ പോസ്റ്റ് ഒക്കെ എപ്പോഴും കാണുകയാണെങ്കിൽ അവർ മ്യൂട്ട് ചെയ്ത് വെക്കുക. മ്യൂട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ ഇൻസ്റ്റാഗ്രാമിൽ ഉണ്ട്. സോ അങ്ങനെയൊക്കെ ചെയ്ത് വെക്കുക. അപ്പൊ നമുക്ക് കുറച്ച് മെന്റൽ പീസ് വരും. സോ ഡു സംതിങ് ലൈക്ക് ദാറ്റ്. ഓക്കെ, നമുക്ക് വേറെ വീഡിയോസിന്റെ ടോപ്പിക്സ് ആണ്, ബട്ട് സ്റ്റിൽ ഞാനൊരു ഓവർവ്യൂ പോലെ നിങ്ങൾക്ക് പറഞ്ഞുതരാണ്. സോ ഐ റിയലി ഹോപ്പ് ദാറ്റ് ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരുന്നു. ഇഫ് യു ലൈക്ക് ഇറ്റ്, ഡു സബ്സ്ക്രൈബ് മീ. നിങ്ങളുടെ സബ്സ്ക്രിപ്ഷൻ ഒക്കെ എനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഓൾസോ സപ്പോർട്ട് മീ, ലൈക്ക് ആൻഡ് ഷെയർ ടു യുവർ ഫ്രണ്ട്സ് ഓൾസോ. അപ്പോൾ ഇങ്ങനെ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.